കർത്താവ്, ജീവന്റെ വചനങ്ങൾ, നിത്യതയുടെ വചനങ്ങൾ, ദൈവ തേജസ്സോടുകൂടി വെളിപ്പെടുന്ന വചനങ്ങൾ, ഞങ്ങളെ സ്വർഗീയന്മാരാക്കി മാറ്റുന്ന വചനങ്ങൾ, ഞങ്ങളെ യേശുവിന്റെ പുത്രനെ പോലെ ആക്കി മാറ്റുന്ന വചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശമായി, അത് ജീവനായി ഞങ്ങളുടെ അകത്ത് മാംസമായി വെളിപ്പെടുവാൻ ഒരാൾക്കും പറിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത, ഒരു പറവകൾക്കും കുത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ ഇന്ന് രാത്രിയിൽ ആ തേജസ്സേറിയ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വാഴുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കലങ്ങി പറഞ്ഞ ഹൃദയമൊക്കെ ശാന്തമാക്കി തരണമേ. ഞങ്ങൾക്ക് നിന്റെ വചനത്തോട് ആർത്തിയോടെ കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് നിത്യജീവനോളം എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ നയിക്കുവാൻ വഴികാട്ടിയാക്കി ഞങ്ങൾക്ക് ആ പാതയ്ക്ക് വെളിച്ചമായി, ജീവനായി, പ്രകാശമായി തീരേണ്ടത് ഇന്ന് രാത്രിയിലും അവിടുത്തെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, ഇന്ന് ഒരു യോഗ്യതയുമില്ല ആ സ്വർഗീയ വചനങ്ങൾ കേൾക്കുവാൻ, ഞങ്ങളുടെ നാവിൽ അത് എടുക്കുവാൻ, ഞങ്ങളുടെ പാപം നിറഞ്ഞ ഞങ്ങൾ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ചെവികൾ അത് കേൾക്കുവാൻ ഞാൻ ഒരിക്കലും യോഗ്യരല്ല. എന്നാലും ഇന്ന് രാത്രിയിൽ യോഗ്യനാക്കി തീർക്കുവാൻ അവിടുത്തെ പുത്രന്റെ ജീവന്റെ വില ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്വർഗീയ വചനങ്ങൾ കേൾക്കുവാൻ പോലും ഞങ്ങൾക്ക് ആപത്തില്ല. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ നന്മയോർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പൂർണ്ണ ഹൃദയത്തിൽ നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് വന്ന എല്ലാ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, എല്ലാ ആകുലങ്ങൾ, എല്ലാ ഭാരങ്ങൾ, എല്ലാ ആവലാതികൾ, എല്ലാ ദുഃഖങ്ങൾ, ക്ഷീണങ്ങൾ ഞങ്ങളുടെ ഹൃദയം വിട്ട് മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശ്രദ്ധയോടെ ഏകാഗ്രമായി പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് കർത്താവ് ഞങ്ങളുടെ വചനം കേൾപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറ്റിയിരുന്നു കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ് കർത്താവ്. ഇന്നത്തെ രാത്രിയിലും ഞങ്ങൾ കർത്താവ് വളരെ ക്ഷീണിതരാണെങ്കിലും ഞങ്ങളുടെ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും വചനം കേൾപ്പാൻ തക്കവണ്ണം അവൻ ഞങ്ങൾ സഹായിച്ചത് മുഴുവനും അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയാണ് കർത്താവ്. ഇന്ന് രാത്രി മുഴുവൻ നൽകുന്നു. വഴിയാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും കൂട്ടിവരുത്തണം. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം പഠിപ്പാൻ, ഞങ്ങളെ സ്വർഗീയന്മാരാക്കി മാറ്റുന്ന വചനം പഠിപ്പാൻ ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും കൂട്ടിവരുന്ന കൃപക്കായി നന്ദി പറയുന്നു, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ച വചനമാണ്. ഇന്നും ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം നമ്മളത് പഠിച്ചു തുടങ്ങിയിരിക്കുക. ലോകത്തിൽ ഭൂമിയിൽ നമ്മൾ എവിടെ നോക്കിയാലും അധികം കേൾക്കാൻ കഴിയാത്ത, ബൈബിൾ സിലബസിൽ, ബൈബിൾ കോളേജ് സിലബസിൽ പോലും കാണാൻ കഴിയാത്ത വണ്ണം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി പോലെ ഇന്നും മറഞ്ഞു കിടക്കുകയാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്ന സുവിശേഷം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ലോകത്ത് സുവിശേഷം എന്ന് വെച്ചാൽ നമുക്കറിയാം, പറയുന്നുണ്ട് ദാവീദിന്റെ സന്തതിയെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന ക്രിസ്തുവാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അത് ശരി തന്നെയാണ്. പക്ഷേ ആ ക്രിസ്തു എന്ന വാതിൽ കൂടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമുക്കൊരിത്തിരി ഓട്ടമുണ്ട്. എങ്ങോടാ? നമ്മുടെ അപ്പന്റെ ഭവനത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ. അത് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അത് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം വളരെ ആഴമായി പഠിച്ചേ മതിയാകും. അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ചത്. നമ്മൾ പഠിച്ചു തുടങ്ങി ദൈവരാജ്യം എന്ന ടോപ്പിക്കാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളെ കഴിഞ്ഞാൽ ചിന്തിച്ചത്. ആ ദൈവരാജ്യത്തിൽ മറിഞ്ഞു കിടക്കുന്ന രണ്ട് രഹസ്യങ്ങൾ. ഒന്ന് ഗവൺമെന്റ് എന്ന് പറയും, ദൈവം ഭരിക്കുന്ന രാജ്യം. അതാ നല്ല വാക്ക് അല്ലേ? ദൈവം ഭരിക്കുന്ന രാജ്യം. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന പോലെ തന്നെ അല്ലെ, പ്രധാനമന്ത്രിയൊക്കെ ഭരിക്കുന്ന പോലെ തന്നെ ആ ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഏത്? ദൈവം ഭരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നല്ലേ. അപ്പൊ അതിനർത്ഥം ഒരു ഗവൺമെന്റ് ആണത്, ഒരു ഗവൺമെന്റ്. രണ്ടാമതെന്താ? ഒരു ഹെവൻലി ഫാമിലി, റോയൽ ഫാമിലി ഒക്കെ പറയുള്ളൂ. അതിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ജഡത്തിൽ ജനിപ്പിച്ചതല്ല നമ്മളെ, ആ സ്വർഗീയമായതിന്റെ കുടുംബമാണ് ഈ ലോകത്തിൽ കാണുന്നത്. ആദമിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനുമാണ്. ആ ആദമിന്റെ മക്കൾക്ക് നമ്മളെ മക്കളായ നമ്മളെല്ലാവരും പണ്ട് ജനിച്ചു വളർന്ന പഴയ മനുഷ്യൻ, ആ ആദമിന്റെ മക്കളായ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് അവകാശമുള്ളത് അല്ലേ? സംഘത്തക്കാർ വാക്ക് പറയുന്നില്ലേ, ലൗകികന്മാരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ അല്ലെ? ആയുസ്സിലെ സംഘത്തിൽ പറയാ ലൗകികന്മാരുടെ ഓഹരി ഈ ആയുസ്സിലാണുള്ളത്. പക്ഷെ നമുക്കൊരു ഇതിനപ്പുറം ഒരു ഫാമിലി നമുക്കുണ്ട്. ഒരിക്കലും നശിക്കാത്ത, ദ്രവത്വമില്ലാത്ത, മാറ്റമില്ലാത്ത അല്ലെ, നഷ്ടമില്ലാത്ത, പരിവട്ടമില്ലാത്ത, രോഗമില്ലാത്ത മനോഹരമായ ഒരു ഫാമിലിയിലേക്കാണ് ഞാനും നിങ്ങളെ കടന്നിരിക്കുന്നത്. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ ജനിച്ചിരിക്കുന്നത്.
ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ജനിച്ച ജനിച്ച നല്ല കാര്യമാ. പക്ഷേ ജനിച്ചിട്ട് നല്ല ഭക്ഷണം കഴിക്കാതെ എന്താ പറയാ കഞ്ഞിര വെള്ളം ഉണക്കറൊട്ടിയും കഴിച്ചോണ്ടിരുന്നാൽ ഭൂമിയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ, മനുഷ്യ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാം, അവരെ അമ്മ ശ്രദ്ധിക്കുന്നില്ല, അപ്പൻ ശ്രദ്ധിക്കുന്നില്ല, ഏതാണ് ഉണക്കറൊട്ടിയും അവൻ മണ്ണും മാറി കഴിച്ച് എത്ര ദിവസം ജീവിക്കാനൊക്കെ അല്ലേ? കുറച്ചു ദിവസം കഴിയുമ്പോ ആ പൊടിയിലേക്ക് തിരികെ പോകേണ്ടി വരും. ജനിച്ചതാണ് ഈ കുടുംബത്തിൽ, പക്ഷേ വളരുവാൻ അവന് കഴിഞ്ഞില്ല. ഈ ഉണക്കറൊട്ടിയും ഈ പഴയ നിയമത്തിലെ പഠിക്കാൻ നമുക്ക് അതിനെ കുറിച്ച് പഴയ അത്ഭുതം പഴയ പുറകെ പോയി ജീവന്റെ വചനമായി പഠിക്കാത്തിടത്തോളം കാലം നമുക്ക് ആ മകൻ ആ ദൈവകുടുംബത്തിൽ ജനിച്ചപ്പോൾ ആ കൊച്ചു വളരാൻ കഴിയത്തില്ല. മരിച്ചു പോകാൻ ഇടയുണ്ട്. എത്രയോ ആൾക്കാരുടെ വീണ്ടും ജനിച്ചവരാ. ഉൽപ്പത്തി 2:17 നന്മ തിന്മവൃക്ഷത്തിന്റെ ഫലം കഴിച്ചു, അത് മരിച്ചുപോയി, വീണ്ടും ക്രിസ്തുവിലൂടെ നമുക്ക് ജീവൻ കിട്ടി. പക്ഷേ യൂദായുടെ ലേഖനം പറയുന്നു, അവർ വേരറ്റുപോയ വൃക്ഷങ്ങൾ, വെള്ളമില്ലാത്ത നയങ്ങൾ, രണ്ടൊരു ചത്തുപോയ മനുഷ്യർ. നമ്മളെ കുറിച്ച് പറയാ, വീണ്ടും രണ്ടാമത് മരിച്ചുപോയി, വേരറ്റുപോയി, അല്ലേ? വെള്ളമില്ലാത്ത നയങ്ങളായി തീർന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ആ കഴിക്കേണ്ട ഭക്ഷണം കഴിക്കാതെ വളർന്നു. ഈ അത്ഭുതവും അടയാളവും ഇവിടുത്തെ നന്മയും ഇവിടുത്തെ ലോകവും ഇതിനൊക്കെ അപ്പുറമായ ലോകമുണ്ട്, അത് വിട്ടുപോകുന്നു. എത്രയോ ജനങ്ങളാ. അതോടെ 80% വിശ്വാസികളും ദൈവദാസന്മാരും നിത്യമായ നരകത്തിലേക്കെന്ന് ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കത്തില്ലായിരുന്നു. ബൈബിളിലെ വാക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച്. അതുകൊണ്ട് ഗവൺമെന്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗവൺമെന്റ് ഒരു ഭരണ സംവിധാനമാണ്, നമ്മൾ പഠിക്കും അതിനെ കുറിച്ചൊക്കെ. രണ്ട്, റോയൽ ഫാമിലിയാണ്, അല്ലെ? നശിക്കാത്ത റോയൽ ഫാമിലിയിലേക്ക് നിങ്ങളെ ജനിപ്പിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറയില്ലേ, ഈ ദുബായിലൊക്കെ ഇത് രാജഭരണം, എവിടേക്ക് രാജഭരണം, അവിടേക്ക് അല്ലെ? കൊറിയയിലൊക്കെ രാജഭരണം. ആ ഫാമിലി ജനിക്കാന്നൊക്കെ പറഞ്ഞ് എന്ത് അത്ഭുതമാണ്, അല്ലെ? ഭയങ്കര സന്തോഷം. അത് നശിച്ചു പോകുന്ന ഫാമിലിയാ. അതിനേക്കാൾ അപ്പുറമായ സ്വർഗീയ കുടുംബത്തിൽ എന്നെയും നിങ്ങളെയും ജനിപ്പിക്കുവാൻ തക്ക വേണം, ആ ഫാമിലിക്ക് വിളിക്കാൻ തക്ക വേണം ദൈവത്തിന് നമ്മുടെ കരുണ തോന്നിയതാ, കൃപ തോന്നിയതാ, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അതുകൊണ്ട് അതൊക്കെ ചേരുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. രണ്ടാമത്, ദൈവം നമ്മൾ വെറുതെ കുടുംബത്തിലേക്ക് വിളിക്കുകയല്ല. ഒരു God created man in order to rule, ഭരിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തോട് ചേർന്ന് ഇപ്പോൾ ഈ 1000 ആണ്ടിൽ മാത്രമല്ല, അതിനുശേഷം നിത്യമായി ഈ പ്രപഞ്ചം ഇതൊക്കെ കത്തിയതിനു ശേഷം വീണ്ടും ആ നിത്യതയിലേക്ക് കടക്കുമ്പോൾ അവിടെയും നമുക്കൊരു രാജവാഴ്ച നമുക്കുണ്ട്. വെളിപ്പാട് ദിവസം എടുക്കണ്ട 22-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവർ നിത്യരാജാക്കന്മാരായിരിക്കും. നിത്യമായത്, അല്ലേ? മറ്റേ 1000 ആണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാ രാജാക്കന്മാർ വേദിയാണ്. പക്ഷെ ആ നിത്യതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെയും നമുക്ക് ഈ രാജപദവിയിലേക്കും രാജാക്കന്മാരമായി വാഴുവാൻ, ദൈവത്തോട് വാഴുവാൻ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അവിടെയും വിട്ടു. നമുക്ക് സഭയുള്ളത് പോലെയൊക്കെ പിന്നീട് അപ്പോഴും പഠിക്കും അതിനെ കുറിച്ചൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നാലും പഠിക്കും. പിന്നെ എടുക്കാം. നമ്മൾ കഴിഞ്ഞ കണ്ടത് ദൈവരാജ്യം വന്നതും ഈ കാണുന്ന തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ഒന്നുമല്ല, പണം സമ്പാദിക്കുക, നമ്മുടെ വിഷയം എന്താ പറയുക, ഒന്ന് വെച്ച് രണ്ട് കിട്ടുക, അല്ലേ? നടക്കാത്ത കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു മേടിക്കുക, ഇതൊക്കെ പക്ക പൈശാചികமான കാര്യം, മറന്നു പോകരുത്, ഇല്ലേ? കിട്ടാത്ത കാര്യങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. സത്യത്തിൽ നമുക്ക് തരാനുള്ളതാണെങ്കിൽ നമ്മുടെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സ്വർഗീയ കുടുംബത്തിലെ മക്കളാണ്. എന്തുകൊണ്ട് നമുക്കത് ലഭിക്കുന്നില്ലെങ്കിൽ അതെന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പിതാവ് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അതൊന്ന് ഉപവസിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ തൊണ്ടയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വാള് വന്നിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർ ദൈവം തള്ളിക്കളഞ്ഞ കേസാണ്. നമുക്കറിയാം. ഒട്ടൊരു കാര്യം പറഞ്ഞ 1-10-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവരുടെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കൊണ്ടു കളഞ്ഞു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യം 9 താഴേക്ക് പഠിക്കുമ്പോൾ, അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ അവർക്ക് വന്ന അതേ ഗതികേടെന്നല്ല, അതേ ഗതി തന്നെ നമുക്ക് വന്നിരിക്കുക. എത്ര ഭയാനകമെന്നറിയാമോ? കാരണം ദൈവത്തിന് മനസ്സറിയാതെ പോയി. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ കണ്ടത്. നമുക്ക് അപ്പുറം ഒരു ലോകമുണ്ട്, നശിക്കാത്ത ലോകം. അതിലേക്ക് നമ്മുടെ ഹൃദയം പറിച്ചു വെച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ, ക്രിസ്തു ജീവിതം അമ്പേ പരാജയമായിരിക്കും. മറന്നു പോകരുത്. നമുക്കറിയാം, ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രയാസങ്ങൾ നമ്മൾ അല്പമായി ചിന്തിച്ചു. ഓക്കെ, വിട്ടു. അത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. മത്തായി 13-ാം അധ്യായം 51-52 വാക്യം പഠിക്കുമ്പോൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, മത്തായി 13-ാം അധ്യായം 7 ദൈവരാജ്യത്തിന് ഉപമകളെ കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അതിമനോഹരമായ പുസ്തകം. എന്താ പറയാ, 3 പറ മാവിൽ, അല്ലെ, ഒളിപ്പിച്ചു വെച്ചതൊക്കെ, അതൊക്കെ നമ്മുടെ അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ സംഭവിച്ച കാര്യമാണൊക്കെ. പിന്നീട് ആ ഉപമകൾ ഓരോന്നായി നമ്മൾ പഠിക്കും. അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ സഭയുടെ ആരംഭം അവിടെ നിന്നാണ്.
എന്തൊക്കെയാണ് പറയുന്നതാണ് 3 പറ മാവിൽ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ എന്തുമാകട്ടെ, ഇവിടെ പറയുന്നു ആ 7 മനോഹരമായ ഉപമകൾ പറഞ്ഞ ശേഷം അതിന്റെ ഒടുക്കത്തിലേക്ക് ആദ്യം വരുമ്പോൾ അവിടെ ഇങ്ങനെ ചോദിക്കുന്നു, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ? അല്ലേ? യേശു ചോദിക്കുക, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇടയ്ക്ക് നല്ല വിവാസം വരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങള്? പക്ഷെ പലപ്പോഴും ഈ ലോകകാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ആത്മസത്യങ്ങളെ പറയും. ഈ ഇടയ്ക്ക് ഞാൻ നരകത്തിന്റെ വാസനകളെ കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോ, അത് എവിടെയാ ബൈബിൾ ഉണ്ടോ എന്നോട് ഞാൻ ഈ ലോകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇവർക്ക്, ഇനി നരകത്തിന്റെ വാസനകളെ കുറിച്ച് പഠിച്ചത് എന്താ കാര്യം? ഞാൻ പറഞ്ഞു, തൽക്കാലം മൗനമായിരിക്കും, നിങ്ങൾ രക്ഷ അന്വേഷിക്കാൻ പറഞ്ഞു, ഒരു വഴിയില്ല നമുക്ക്. അപ്പൊ എന്തുമാകട്ടെ, ഈ 7 മനോഹരമായ ഉപമകൾ പറഞ്ഞിട്ട് അതിൽ 51 വാക്യം പറയാ, ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവൾ ഊവെന്ന് പറഞ്ഞു. 52 വാക്യം അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏത് ശാസ്ത്രീയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും കൊടുക്കുന്ന ഒരു വീട്ടുടമയോട് സദൃശ്യരാകുന്നു. ഒരു പുതിയ നിയമത്തിന്റെ സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന നമ്മളൊക്കെ ആരാ? സ്വർഗരാജ്യത്തിന് ശിഷ്യന്മാരാ. മനസ്സിലാവുന്ന ഒരു സംഘടനയുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു പാസ്റ്ററുടെയോ ശിഷ്യനല്ല നമ്മള്. ലോകം പഠിപ്പിക്കുന്നുണ്ട്, എനിക്കറിയാം. ഏകദേശം ഇപ്പൊ നിങ്ങൾ 10 സുവിശേഷം 22 പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലും പോയി അനേകരെ ശിഷ്യരാക്കിക്കൊള്ളുകയും. നമ്മളെ ശിഷ്യനാക്കണം ലോകം പഠിപ്പിക്കുന്നത്. ഏറ്റവും എന്താ പറയുക, അതികഠിനമായ ഒരു ഉപദേശം. ഹല്ലേലൂയ. എന്റെ ശിഷ്യൻ നിങ്ങളായാൽ എന്റെ കുറിച്ചൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശിഷ്യരാക്കേണ്ടത് യേശുവിന്റെയാണ്. ഞാൻ അവന് ശിഷ്യനായിരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിപ്പിക്കുന്നു പൗലോസ് പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ യേശുവിനെ എങ്ങനെ അനുകരിക്കുന്നുവോ അത് നോക്കി നിങ്ങൾ പഠിക്കാനാ പറയുന്നത്. അല്ലാതെ എന്നെ നോക്കി പഠിച്ചാൽ നരകത്തിലേക്ക് പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും തെറ്റിപ്പോകാം. പ്രത്യേകിച്ച് ദേവാസന്മാർ ഇതുപോലെ ഇത്തരം വചനം പ്രസംഗിക്കുന്നവരെ എന്നും എന്താ പറയുക, പീഡയും നിന്നയും പരിഹാസങ്ങളും എന്നും ഈ ചുറ്റിക്കടക്കുക. ഒരാൾ വീണാൽ അനേകർ വീട് പോകുമല്ലോ. അതുകൊണ്ട് എന്തുമാകുന്നു വിട്ടുപോകുന്നു. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും, നമ്മളെല്ലാ സ്വർഗരാജ്യ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ഏത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ ടീച്ചറെ കുറിച്ച് പറയുന്നു. ഒരു ബൈബിൾ ടീച്ചർ എങ്ങനെ ആയിരിക്കും എന്ന് പറയുക. നമ്മളെല്ലാവരും തന്നെയായിട്ടോ കൃപാവനം വ്യത്യസ്തമായിരിക്കും എല്ലാം. പക്ഷെ നമ്മളെല്ലാം ആ സുവിശേഷം എടുത്തു കൊടുക്കുന്ന ആൾക്കാരാണ്. അതിന് പറയാ, നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടമയോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പഴയത് പുതിയെന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ച് അവന്റെ ഭണ്ഡാരത്തിൽ തൂക്കിയിടും. നമ്മുടെ ഹൃദയത്തിൽ തൂക്കിയിടുന്ന അർത്ഥം, നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചേർത്ത് വെച്ച് ക്ലിയറായി നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യരെ പഠിപ്പിക്കാൻ പറ്റണം നമുക്ക്. പൗലോസ് കണ്ടില്ലേ, റോമിൽ വീട് വാടകയ്ക്ക് എടുത്ത് 2 വർഷം അവിടെ താമസിച്ച് വരുന്നവരെ പഴയിൽ നിന്നും പുതിയ നിന്ന് സുബോധം വരുന്ന വാക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ മുടിയാകത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആ വാക്കൊക്കെ എടുക്കുമല്ലോ, പക്ഷെ സമയം കിട്ടുന്നതുകൊണ്ട് പല വചനം വിട്ടുപോകുന്നത്. ബോധം വരുത്തുമാറാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തെളിയിച്ചു കൊടുക്കുക. ചോദ്യങ്ങൾ ദൈവം ഉണ്ടെന്ന് പറയാം, തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് അവരൊന്നും ഇവിടെ വേഗം എടുത്തിട്ടല്ല. ദൈവമുണ്ടോ, എന്താണ് യേശു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്ന് തെളിയിച്ചു കൊടുക്കാൻ ഒരു സ്വർഗരാജ്യത്തിലെ ശിഷ്യന്മാർ കഴിഞ്ഞിരിക്കണം. നമ്മളെല്ലാം ദൈവരാജ്യത്തിലെ ശിഷ്യന്മാരാണ്. മനുഷ്യന്റെ അല്ല. ഏതെങ്കിലും വാക്ക് എന്തെങ്കിലും പറഞ്ഞത് അതിന് ആമേൻ പറയുകയല്ല നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ ദർശനം മുഴുവൻ നിത്യതയായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ മുന്നോട്ട് കടന്നു പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ആ പഴയതും പുതിയെന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പുതിയ നിയമം പഴയ നിയമം ചേർത്ത് വെച്ചത് നമ്മൾ പഠിക്കരുത്. പക്ഷെ മാറിപ്പോയ കാര്യം നമ്മൾ പിന്നീട് പഠിക്കും. അതിന് സമയമുള്ളത് ചിന്തിക്കും. എന്താണെന്നൊക്കെ പതിവ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യപ്പെടുത്താൻ കിട്ടും. നമുക്കറിയാം, മർമ്മം വന്നത് മനുഷ്യൻ മുമ്പ് കേട്ടിട്ടില്ലാത്തത് പരിശുദ്ധാത്മാവിലൂടെ മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നതും ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതുമായ സത്യമാണ് മർമ്മം എന്ന് പറയുന്നല്ലേ. ദൈവരാജ്യം എന്നത് മർമ്മമാണ്. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാൻ കഴിയാതെ പ്രവാചകന്മാരും എന്താ പറയുക, ദാനിയേലൊക്കെ ചോദിച്ചു, ഇതൊന്നും ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചതാ. എബ്രായ കർത്താവ് പറയാ, അവർ ആഗ്രഹിച്ചിട്ടും അവർക്ക് ലഭിച്ചില്ല. അത് നമുക്ക് ലഭിച്ചു. എന്താ അറിയാമോ? ഈ മർമ്മം പ്രവാചകന്മാർ മോശ മുഖാന്തരം എത്രയോ ആൾക്കാർ കാത്തിരുന്ന അറിയാമോ? ഇതൊന്ന് കേൾക്കുവാൻ, ദൈവരാജ്യത്തെ കുറിച്ച് കേൾക്കുവാൻ, ഇല്ലെങ്കിൽ ആ സ്വർഗീയ സത്യങ്ങൾ കേൾക്കുവാൻ ദൈവം അവർക്ക് കൊടുത്തില്ല. അങ്ങനെയല്ലേ എബ്രായത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ദാനിയേൽ പറഞ്ഞു, ഞാനൊന്ന് ഗ്രഹിച്ചോട്ടെന്ന് വെച്ചപ്പോൾ നീ പോയി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. നീ പോയി റെസ്റ്റ് എടുക്ക്. ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം തലമുറയിൽ, വരാനിക്കുന്ന തലമുറയിൽ ദൈവത്തിന്റെ ദൈവരാജ്യം പ്രസംഗിക്കുന്ന അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരും. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞു. അതാ മർമ്മം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മുമ്പ് കേട്ടിട്ടില്ലാത്തതും പരിശുദ്ധാത്മാവിലൂടെ മാത്രം ഗ്രഹിപ്പാൻ സഭ കിട്ടുമ്പോൾ നമുക്ക് ഇതിനിപ്പോ ക്ലാസ് കഴിയുമ്പോൾ കർത്താവ് വരുമായിരിക്കും. ഇനി എപ്പോഴെങ്കിലും കർത്താവ് അനുവദിച്ചാൽ എങ്ങനെ കർത്താവ് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാം, വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. ജഡത്തെ ക്രൂശിക്കുവാനും ലോകമോഹത്തിൽ നിന്നും എന്താ പറയുക നമുക്ക് രക്ഷപ്പെട്ടാലൊക്കെ നമുക്ക് ഏക രക്ഷമാർഗം ഒന്നേ ഉള്ളൂ. എന്നറിയാമോ? പണ്ട് യോശുവ
മോശ രക്ഷിച്ചു കൊണ്ടുവന്നു. പക്ഷെ മോശുവാനാണ് കാലദേശം അവകാശമാക്കി കൊടുത്തത്. ആ യോശുവക്ക് പകരമാണ് ഇപ്പോൾ നമുക്ക് ആര് നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന് ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ ജയിക്കാൻ പോലും കഴിയത്തില്ല. അത്രമാത്രം പാപവും മോഹവും നമ്മുടെ അകത്ത് കിടക്കുകയാണ്. അപ്പൊ എന്ത് നോക്കട്ടെ, അതുകൊണ്ട് മർമ്മമാണ് ഇതെല്ലാം. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മള് രണ്ട് ഉദ്രേഖത്തിലൊക്കെ നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയുള്ള ആ മനോഹരമായ സുവിശേഷം ദൈവരാജ്യത്തിന്റെ മർമ്മം പ്രസംഗിക്കുക അല്ലേ? നശിച്ചു പോകുന്നവർക്കും ജീവിക്കുന്ന രക്ഷിക്കപ്പെടുന്നവർക്കും എല്ലാം. ഹല്ലേലൂയ. ഞാൻ കാര്യം വിട്ടുപോകുന്നു, അത്ര ആവശ്യമായ കാര്യമല്ല നമുക്കത്. അപ്പൊ അതുകൊണ്ട് പൗലോസിന്റെ പ്രസംഗം ഇത് തന്നെയാ, മുഴുവനും ചേർത്ത് വെച്ചാ പ്രസംഗിക്കുന്നത്. മത്തായി 9-ാം അധ്യായം 14 മുതൽ 17 വരെ പഠിക്കുമ്പോഴും മാർക്കോസും ലൂക്കോസും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നു, വാക്യം 9:14, യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങൾ പരീക്ഷന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതെ എന്ത് എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് അല്ലേ, യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ യേശുവിനെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരൊക്കെ എന്തില്ല, അവര് തിന്നും കുടിച്ച് നടക്കുക, അവര് അടിച്ച് പൊളിച്ച് നടക്കുക. അത് ചോദിച്ചതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നത് വേറൊരു ഉപമയാണ്. നമുക്ക് പഴയ ഡ്രസ്സിനെ കുറിച്ചും പഴയ തുരുത്തിയെ കുറിച്ചും കർത്താവ് പറയുന്നു. ചോദ്യം എന്താ? ശിഷ്യന്മാർ, യോഹന്നാന്റെ ശിഷ്യന്മാർ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങളും പരീക്ഷന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. എന്നാൽ യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. പരീക്ഷന്മാർ ഉപവസിക്കുന്നു ഒക്കെ ശരിയാ. പക്ഷെ ആ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നത് വേറെ കാര്യമാണ്. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോൽവക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അത് പറയാ, ചേർത്ത് വെച്ച് പറയാ, കോടി തുണിക്കണ്ട ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുകയില്ല. തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായി തീരും. വാക്യം 17, പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവകുഞ്ഞുങ്ങൾ കർത്താവിനെ മുഖാമുഖമായി, ഞാൻ പറഞ്ഞത് ആത്മാവിലെ കാര്യമാണ്, മുഖാമുഖമായി കണ്ട് ദർശനം കിട്ടി അവരിറങ്ങിയ ഒരു സമയം കഴിയുമ്പോൾ അഡ്രസ് പോലുമില്ല. നിങ്ങൾക്ക് അറിയാം എത്രയോ ആൾക്കാരാ. ഞാനത് ഇങ്ങനെ പറയാറുണ്ട്. ഈ ഇടയ്ക്കൊക്കെ മുകളിൽ നോക്കിയാൽ എന്താ ഒരു ഗ്രഹം വന്ന് കത്തിപ്പോകുമല്ലോ, ഉൽക്ക. ഇടയ്ക്കൊരു ഉൽക്ക പോലെ കത്തി കണ്ടു കാണാതിരിക്കും അല്ലേ? ഉൽക്കിൽ കത്തി വരും, കുറച്ചു കഴിയുമ്പോൾ പിന്നെ അതിനെ കാണാൻ കഴിയത്തില്ല. അതുപോലെ എത്രയോ ഭക്തന്മാർ, എത്രയോ ദൈവദാസന്മാരൊക്കെ ഇതുപോലെ കത്തി വരും, പിന്നീട് അഡ്രസ് പോലും ഉണ്ടാകുന്നില്ല. ഞാൻ അർത്ഥം മനസ്സിലാവണം നിങ്ങൾക്ക്? അഡ്രസ് ഇത് കാണുമ്പോൾ നമുക്ക് ചില സത്യങ്ങളൊക്കെ അകത്തെ പരിശുദ്ധാത്മാവ് നമ്മെ ഗ്രഹിപ്പിക്കണം. നമ്മളെ ഈ ലോകത്തിൽ കാണുന്ന ദൃശ്യമായത് എന്ത് കണ്ടാലും അതിനോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കാൻ ഇടയാകണം. അതാണ് യഥാർത്ഥമായ ക്രിസ്തു ജീവിതത്തിന്റെ എന്താ പറയുക ഒരു രീതി എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല, ഞങ്ങളുടെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നു. അത് യേശു പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ. കാരണം അന്ന് കർത്താവ് 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ ഈ ശിഷ്യന്മാർ നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സ്വർഗസ്ഥനായവൻ അവരുടെ കൂടെ നടക്കുക, പിന്നെ എന്തിനു ഉപവസിക്കണം? ചോദ്യം മനസ്സിലായോ? ഞങ്ങളുടെ ശിഷ്യന്മാർ, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, പരീക്ഷന്മാർ ഉപവസിക്കുന്നു, ശരിയാ. പക്ഷെ യേശു പറയുക, യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയില്ല, മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും അല്ലെ, അന്ന് അവരെന്ത് ചെയ്യും? ഉപവസിക്കും. അപ്പൊ ഈ 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ഭാഗമുണ്ടോ? അക്ഷരികമായി കണ്ണാൽ കാണുന്ന വിധത്തിലുള്ള അക്ഷരികമായ ജീവിതം, സ്വർഗസ്ഥനായ സാക്ഷാൽ ദൈവം, തേജോമയായ മഹാദൈവത്തിന്റെ കൂടെ 12 ശിഷ്യന്മാർ നടക്കുകയാണ്. പിന്നെ അവർക്ക് എന്നും ഉത്സവമല്ലേ, എവിടെ ഉപവസിക്കാൻ നേരം നമുക്ക്? ആ യേശു പഠിപ്പിക്കുന്നത് മറ്റവരല്ല, അവർ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ കാണുന്നില്ല, അറിയുന്നില്ല. അവർ ശിഷ്യന്മാരാരാ? വെറും മനുഷ്യനായ യേശുവിന് 6 മാസം മുമ്പ് കടന്നു വന്ന ഒരു യോഹന്നാൻ, വഴികാട്ടിയായ വിളക്കായ, വെളിച്ചമല്ല വിളക്കായിരുന്ന യോഹന്നാൻ. വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യേശു വെളിച്ചമായിരുന്നു, നമ്മളും വെളിച്ചമാ. യോഹന്നാൻ സ്നാപകൻ വിളക്ക, നമ്മൾ വിളക്കല്ല, നമ്മൾ വെളിച്ചമാണ്. അപ്പൊ അതുകൊണ്ട് പറയാ, മണവാളിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങും, പിന്നെ ഉപവസിക്കേണ്ട ആവശ്യമൊന്നും അന്ന് അല്ലേ? ശിഷ്യന്മാരൊക്കെ കൂടെ നടക്കുക, സാക്ഷാൽ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ അതാ യേശു പറയുന്നത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. പക്ഷെ ഒരു നാൾ പിരിഞ്ഞു പോകും. കർത്താവ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് പിരിഞ്ഞു പോയി. പിന്നെ അറിയാം, പിന്നീട് അവർ ഉപവസിക്കും. എന്താണെന്നറിയാമോ? ആ മണവാളൻ വരുന്നതിന് വേണ്ടിയുള്ള ഉപവാസമാണ്.
അവരെതിരേൽക്കാൻ ഉപവാസമാ. എത്ര പേർ ഉപവസിക്കണം അറിയില്ല. അലക്സാണ്ടർ പറഞ്ഞ പോലെ നെയ്യപ്പത്തിന് നെയ്യപ്പൊക്കെ വീരപാളം പറയും, പക്ഷെ അത് നെയ്യില്ല നമുക്ക് ഇന്നിട്ട് ഒരു നെയ്യപ്പത്തിന് നെയ്യില്ലെന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇന്ന് ക്രിസ്ത്യാനികളാ. ഫ്രൈഡേ എല്ലാവരും മിക്കവാറും എല്ലാ സഭയിലും ഉപവാസമാണ്. കാരണം അന്ന് പ്രേതങ്ങൾ ഇറങ്ങുന്ന ദിവസമാണല്ലോ, വെള്ളിശ്ശേരി ബുദ്ധിവാക്കിയ. അതുകൊണ്ട് അന്ന് ഉപവാസമൊക്കെ പക്ഷെ എന്തില്ല, ഈ ഉപവാസമല്ല, പേര് മാത്രമേ ഉള്ളൂ. എന്തുമാകട്ടെ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപവസിക്കുന്നത്. അല്ലാതെ വീട് പണി പൂർത്തിയാകാൻ, മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഒന്നും വേണ്ടിയില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാരായത് കൊണ്ടാണ് അല്ലേ ഇന്ന് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഉപവസിക്കുന്നു അല്ലേ. അത് പാസ്റ്ററും ചേർന്ന് ഉപവസിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് അറിയത്തില്ല ഇതാണെങ്കിൽ. പിന്നെ വീട് പണി പൂർത്തിയാകാൻ, ലോൺ അപ്രൂവൽ ആകാനൊക്കെ ഇന്ന് ഫാസ്റ്റീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഉപവസിക്കുന്നത് ആ മണവാളിനെ എതിരേൽക്കാൻ വേണ്ടിയാകണം. നമ്മുടെ കുറവുകൾ അറിഞ്ഞ് ആ എതിരേൽക്കുവാൻ തടസ്സമായി ഏതെങ്കിലും ഡോട്ട് പോലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാ ഉപവസിക്കണം. അന്ന് സ്വർഗസ്ഥനായും കൂടെയുള്ളപ്പോ പിന്നെ എന്തിനാ ഉപവസിക്കുന്നത്? എന്നിട്ട് ചേർത്ത് വെച്ച് പറയുക, കോഴി തുണിക്കണ്ടം ആരും പഴയ വസ്തു ചേർത്തുന്നാറില്ല, തുന്നിച്ചേർത്ത് എന്ത് സംഭവിക്കും? വസ്ത്രം കീറിപ്പോകുന്ന ആ പടമൊക്കെ ചേർത്ത് വെച്ച് പഠിച്ചോ അല്ലേ. കീറിപ്പോകും, ചീന്തൽ, ആ കീറൽ ഏറ്റവും വല്ലതായി തീരും. അത് നരകത്തോളം വലിപ്പമുണ്ടാകും. വേണമെങ്കിൽ അങ്ങനെ വേണം ചേർത്ത് പറയാം. 15-ാം വാക്യം പറയാ, ഒരു പുതുവീഞ്ഞ പഴയ തുരുത്തിൽ പകരുമാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതിയ തുരുത്തിലെ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ട് ബദ്ധമായിരിക്കും. ഇതെന്തിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞു വരുന്നത്? കർത്താവ് പറഞ്ഞു വരുന്നത്, ഈ കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിനോട് തുന്നിച്ചേർക്കുന്നില്ല അല്ലേ. തുന്നിച്ചേർത്താൽ അത് സംഭവിക്കും? കീറിപ്പോകും, ചീന്തൽ വലുതായി പോകും. അതാണറിയാമോ, പഴയ നിയമവും ഞാൻ തൊട്ട് പുറമെ പറഞ്ഞില്ലേ, ഒരു ശാസ്ത്രി, ദൈവരാജ്യത്തിന് ശിഷ്യനായിട്ടുള്ള ശാസ്ത്രി എവിടെയാ? പഴയ നിന്ന് പുതു ചേർത്ത് വെച്ച് പഠിപ്പിക്കുക. നിങ്ങൾ അറിയണമെങ്കിൽ സമയം എടുത്തു പോയില്ലെങ്കിൽ പഴയ നിയമം എന്ന് പറഞ്ഞ് ഇന്ന് കുറെ കൂട്ടർ പഠിപ്പിക്കുന്നത് പഴയ നിയമം കഴിഞ്ഞു പോയി എന്നാ കർത്താവ് പഠിപ്പിക്കുന്നത് അല്ലേ. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പൂർത്തിയാക്കാൻ വേണ്ടി ന്യായപ്രമാണം പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ന്യായപ്രമാണം പഴയ നിയമം 39 പുസ്തകം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ നമുക്ക് ഇവിടെയുണ്ട്. അയ്യോ, തെറ്റിപ്പോയ തലമുറ അതൊക്കെ. ഹല്ലേലൂയ. നമ്മുടെ പുസ്തകം 66 പുസ്തകവും കൃത്യമായി നമുക്കുണ്ട്. ഇനി എന്താണ് ന്യായപ്രമാണത്തിൽ പൂർത്തിയാക്കിയത്? സമയമില്ല, ഒരുവാക്കി പറഞ്ഞു പോകുക. എന്താണ് കർത്താവ് ന്യായപ്രമാണത്തിൽ പൂർത്തിയാക്കിയത് അല്ലേ? ന്യായപ്രമാണമെന്ന് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് നമുക്ക്. അത് എടുക്കാൻ പോയി സമയം പോകും. ഒന്ന്, ഉടമ്പടിയുണ്ട്. മോശയും ദൈവവും തമ്മിൽ ഉടമ്പടി. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ക്രിസ്തു യഹോവയായ ദൈവവും ക്രിസ്തുവും തമ്മിൽ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആണോ? നമ്മൾ പുതിയ നിയമ ഉടമ്പടി, പുതിയ തുണിയാണ് നമ്മുടേത്, പുതിയ തുരുത്തിയാണ് നമ്മുടേത്. ഹല്ലേലൂയ. ഈ പണ്ട് മോശയും പിതാവായ ദൈവം തമ്മിൽ ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിക്കകത്ത് നിയമം പക്ഷെ മലയാളം ബൈബിൾ വായിച്ച എല്ലാ ന്യായപ്രമാണം പക്ഷെ ഒരുപാട് മുറിച്ച് പഠിച്ച ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട് അതിനെ കുറിച്ച്. ഒന്ന്, അതൊരു ഉടമ്പടിയുണ്ട് അതിനകത്ത്. മനസ്സിലാവുന്നുണ്ടോ? അത് നീങ്ങിപ്പോയി. നമ്മൾ ഇന്ന് പുതിയ നിയമ ഉടമ്പടി, ക്രിസ്തുവായ ഉടമ്പടിയിൽപ്പെട്ട ആൾക്കാർ നമ്മളെല്ലാവരും. ഇത് സത്യമായി അറിഞ്ഞില്ലെങ്കിൽ ആ ഉടമ്പടിയിലുള്ള നന്മകളും വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിക്കത്തില്ല. ഞാൻ പറയുന്നത് സാധനം, ഒരു കാലം അവിടെയും മറുകാലം ഇവിടെ വെച്ചിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എത്തിപ്പത്തില്ല. നമ്മൾ ഇതുപോലെ കീറിപ്പോകാനിടയുണ്ട്. രണ്ട്, ഈ പാപം ചെയ്തു പോയാൽ, ഞാൻ ഓർമ്മ മാത്രം പറഞ്ഞു പോകുക, രണ്ട്, പാപം ചെയ്തു പോയാൽ പാപത്തിന്റെ കാഠിന്യമനുസരിച്ച് കാട്ടുകൊറ്റന്മാരെയോ കാളക്കിടാങ്ങളെയോ കുറുപ്രാവിനെയൊക്കെ യാഗമർപ്പിക്കുമായിരുന്നു പാപത്തിന് പരിഹാരമായിട്ട്. കാൽവരി ക്രൂശിൽ അതും മാറിപ്പോയി. നമ്മുടെ കർത്താവ്, ഏക കർത്താവ് നമുക്ക് പകരക്കാരനായി യാഗമർപ്പിക്കപ്പെട്ടു അല്ലേ. അപ്പൊ അതും നീങ്ങിപ്പോയി. പിന്നെ എന്താ പറയാ, അമാവാസികൾ അതൊക്കെ പണ്ട് ആചരിക്കുമായിരുന്നു. അതെല്ലാം ദിവസങ്ങളും ആചാരങ്ങളൊക്കെ അതും ക്രിസ്തുവിൽ മാറിപ്പോയി. പക്ഷേ നമ്മുടെ ജീവിതത്തോടുള്ള വചനങ്ങളില്ലേ, കൊല ചെയ്യരുത്, അനിന്റെ മുതൽ ആഗ്രഹിക്കരുത്, അതിന്റെ ഭാര്യ മോഹിക്കരുത്, വസ്തുക്കൾ ആഗ്രഹിക്കരുത്, പിന്നെന്തൊക്കെയാ അല്ലേ, അതിന്റെ ഒന്ന് ഇതുപോലത്തെ ധാർമ്മികമായ നമ്മുടെ ജീവിതത്തോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രമാണവും അന്നും മാറിയിട്ടില്ല, ഇന്നും മാറിയിട്ടില്ല, കട്ടിക്കൂടിയിട്ടേ ഉള്ളൂ. അതിലേക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വ്യത്യസ്തമായി നോക്കണം നമുക്ക്. ഇത് പോകട്ടെ, ഞാനത് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് പഴയ ഈ ചില കാര്യങ്ങൾ, ഇപ്പൊ ആത്മാവിൽ മരിച്ചുപോയി 32:17 പാപം ചെയ്ത് എന്താ പറയുക ദൈവത്തെ വിട്ടുപോയ മനുഷ്യന് ദൈവം കൊടുത്ത വചനങ്ങളൊക്കെയ അനുഗ്രഹങ്ങളൊക്കെയാ ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദേവസ്വം പറയുണ്ടായിരുന്നു തോന്നുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ വേറെ എവിടെയാണെന്ന് തോന്നുന്നത് ഇല്ലേ. ആവർത്തന പുസ്തകത്തിൽ കൊടുത്ത 3/2 ഭാഗവും ശാപവും, ഒരു ഭാഗം എന്താ പറയുക അനുഗ്രഹം പറയുന്ന ആ നന്മ, ആ പറയുന്ന കാര്യങ്ങൾ ആത്മാവിൽ മരിച്ചുപോയവർക്കാണ് കൊടുത്തത്.
നമ്മളാരാ ഈ കൂട്ടത്തിൽ ആരാ പറയൂ നിങ്ങള്? നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാ. നമുക്കിനി ഒരു സ്വർഗത്തെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവിക നന്മകൾ അറിയുവാൻ, വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ അറിയുവാൻ ഇനി ഒന്നും ആവശ്യമില്ല നമുക്ക്. കാരണം നമ്മുടെ ആത്മാവ് ലൈവായി തീർന്നു. ഹല്ലേലൂയ. ജീവിതം ഒന്ന് ക്രമപ്പെടുത്തിയാൽ മാത്രം മതി നമുക്ക് സ്വർഗീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ. നമുക്ക് ഒരാളുടെ അവകാശമില്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി നന്മയുടെ പുറകെ പോയി എന്ത് തിന്നു എന്ത് കുടിക്കണം അന്വേഷിക്കാൻ പോലും നമുക്ക് വേണ്ട. കാരണം നമ്മളെ വിളിച്ചത് മഹാദൈവമാണ്. ആ ഹെവൻലി ഫാമിലി ഞാൻ നിങ്ങൾ ജനിച്ചു പിറന്നു വീണത് തന്നെ. ഹല്ലേലൂയ. അമ്പാനയുടെ കുടുംബത്തിലൊക്കെ പറയില്ലേ, ആനയുള്ള കുടുംബം. എന്നേക്ക് ഒന്നും വിചാരിച്ചേക്കരുത്. ഇതുപോലെ സത്യമായി ഞാൻ വിചാരിച്ചില്ല. സത്യം പറയാലോ, എന്റെ ഞാൻ ജനിച്ചപ്പോ എന്റെ വീടിന് മുമ്പത്തെ ആന അപ്പുറത്തെ ഉത്സവത്തിൽ വന്നത് എന്റെ മുത്തച്ഛനൊക്കെ വലിയ ആളാണ്. അവിടത്തേക്ക് കുമ്പളക്കാരൊക്കെ പറയലുണ്ട്, വലിയ ആൾക്കാർ. അവിടുത്തെ പ്രസിഡന്റ് അവാർഡ് കിട്ടിയ ആൾക്കാരൊക്കെ എന്റെ വലിയ മാവനൊക്കെ. അപ്പൊ അന്ന് ആനയെ കിടക്കുന്ന കാര്യം അന്നാ ഞാൻ ജനിക്കുന്നത്. മേന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുക. അന്ന് എനിക്ക് ആധാരം എഴുതുന്നില്ല. പറയാം എന്താ കാര്യം എഴുതുമല്ലോ നമ്മള് ആധാരമല്ല ജാവ എഴുതുമ്പോ ഈ പുള്ളിക്കാരൻ അങ്ങ് രാജയോഗം എന്ന് പറഞ്ഞ് എഴുതി. പക്ഷേ ജീവിതയാത്രയിൽ ഇതുപോലെ രാജയോഗം എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. സ്വർഗീയ പിതാവിനെ അറിയാതെ രാജയോഗം സത്യമായി സംഭവിച്ചു. അതല്ലട്ടോ വേറെ കാര്യം ഞാൻ പറഞ്ഞു വരിക. ഇതുപോലത്തെ ദൈവ കുടുംബത്തിൽ ജനിക്കുവാനുള്ള രാജയോഗം വേറെ നമുക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ലഭിച്ചതാ. ഒരാണില്ലെങ്കിലും ആനയുടെ കുടുംബത്തിൽ ജനിച്ചില്ലെങ്കിൽ കിട്ടിയില്ല നമുക്ക്. എന്താ പറയുക, ദരിദ്ര കുടുംബത്തിലാവട്ടെ, കോളനിയിലാവട്ടെ, എവിടെയാവട്ടെ നമുക്ക് ലഭിച്ചില്ലേ സ്വർഗീയ കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഒരു അധികാരം. അതിനേക്കാൾ വലുത് വേറെ സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് നമുക്കിനി പിതാവിനെ അറിയാൻ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അകത്ത് ആത്മാവ് ലൈവാണെങ്കിൽ ആ ദൈവമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടും. അതുകൊണ്ട് തുടിത്തേണ്ട പുതിയത് ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ, ദൈവരാജ്യത്തിന്റെ ജീവിതം, ദൈവരാജ്യത്തിന്റെ എന്താ പറയാ ഈ ശുശ്രൂഷകൾ ഒന്നും പഴയതിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയത്തില്ല. കഴിഞ്ഞു പോയാലുണ്ടല്ലോ കീറിപ്പോകും. നമ്മള് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, പഴയ കോഴിത്തുണിക്കട്ടമാരും പഴയ ചേർത്ത് തുന്നി അത് എന്ത് പറ്റും? അതുകൊണ്ട് വസ്ത്രം കീറും, ചിന്ത ഏറ്റവും വലുതായി തീർന്നു. രണ്ട് ഉടമ്പടികളാ, രണ്ട് തുരുത്തികളായത്. പഴയത് ജീർണിക്കുന്നതും മാറിപ്പോകുന്നതും. തേജസ് വന്നു, തേജസ് മാറിപ്പോയി. മോശയുടെ മുഖത്ത് കണ്ടില്ലേ അല്ലേ? മോശന്റെ നേരെ തുണി വരെ മുമ്പിലേക്ക് എടുത്തിട്ടു അല്ലേ? എന്താ ആൾക്കാർ വിചാരിച്ചു തേജസ്സുകാരൻ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല മോശയുടെ. അപ്പൊ അതുകൊണ്ട് മോശ മുഖത്തേക്ക് ഈ തുണിയിട്ടാന്ന് പറഞ്ഞ് ഇസ്ലാം മക്കളിൽ ഇരുന്നിച്ച്. പക്ഷെ സത്യത്തിൽ അതല്ല. മോശയുടെ മുഖത്ത് വീണ ദൈവതേജസ് മങ്ങാൻ തുടങ്ങിയ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കുറുതലേഖത്തിൽ പഠിപ്പിക്കുന്നത് മങ്ങിപ്പോകുന്നതാണെന്ന്. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ സത്യത്തിൽ നമ്മൾ ആരെന്ന് അറിയണം. ദൈവ കുടുംബത്തിൽ ജനിച്ചവരാ, സ്വർഗീയ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരായിരിക്കുന്നത്. അതുകൊണ്ട് പഴയോട് ചേർത്ത്, പഴയ നിയമത്തോട് ചേർത്ത്, പഴയ അനുഗ്രഹത്തോട് ചേർത്ത് വല്ലതും പഠിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ രണ്ടായി കീറിപ്പോകും. വല്ലതും മനസ്സാവുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പുതുവീഞ്ഞ്, ഏതാ പുതുവീഞ്ഞ്? പുതുവീഞ്ഞ് അറിയാമോ നിങ്ങള്? ഞങ്ങൾക്ക് പഴയ ആണുങ്ങൾക്കൊക്കെ അറിയാം. പണ്ടൊക്കെ ഇത്തിരി കലാപരിപാടികളിൽ ആണുങ്ങൾക്ക് അറിയാം. ഒന്നും വിചാരിച്ചേക്കരുത്. പുതുവീഞ്ഞല്ലേ നല്ല വീര്യം കൂടിയതാണ്. കണ്ടോളൂ നിങ്ങള് പാവങ്ങൾ, നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഞങ്ങൾക്ക് ഒരുപാട് കണ്ടോളാം അല്ലേ? പുതുവീഞ്ഞ് നല്ല വീര്യം കൂടിയതാണത്. അതിനെ മുട്ടിവെക്കുവാൻ ഈ ലോക്കൽ സാധനം ഒന്നും കഴിയത്തില്ല. ഇത് പുതുവീഞ്ഞ. നമ്മൾ ഈ നിറയുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അകത്ത് വന്നത് പുതുവീഞ്ഞാണെന്ന്. അത് എന്തെങ്കിലും കിട്ടും, അത് കിട്ടും ഞൊട്ടും മേലെ വയറുവേന പോയി തലവേന പോയി ഇതൊന്നും അല്ല. സ്വർഗീയ കുടുംബത്തിൽ ജനിച്ചവരാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പുതുവീഞ്ഞ് കൊണ്ട് പഴയ തുരുത്തിൽ എടുത്തു വെക്കാൻ നോക്കിയാലുണ്ടല്ലോ വെറുതെ നശിച്ചു പോവുകയുള്ളൂ. കാരണം ഇതിന് വീര്യം കൂടുതലാണ്. പിടിച്ചാൽ ഒഴുകത്തില്ലത്. എന്തെങ്കിലും ഇത്തിരി ചിക്കിളി കാണിച്ചാൽ മടങ്ങിപ്പോകുന്നതല്ല. അത് വേറെ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്, അത് വേറെ കാര്യം. ആ കൂട്ടരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുതുവീഞ്ഞ് ലഭിച്ച ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാവുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ദൈവമൊന്നും കാണിച്ചാലും പോകത്തില്ല. എടുത്തോ വലത്തോ അവരുടെ മോഹങ്ങൾ കാണിച്ചാലും വീഴത്തില്ല. ഒന്ന് കണ്ടു മാറിപ്പോയ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും മാറിപ്പോകുന്ന ടീമല്ല ദൈവരാജ്യത്തിൽ ജനിച്ചിരിക്കുന്ന ദൈവമക്കള്. അത് വീര്യം കൂടിയാണത്. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അതിന് നേരത്ത് മുട്ടാൻ നോക്കി ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കുറിച്ചിട്ടോ നല്ല പറയില്ലേ കറതീർന്ന ദൈവദാസന്മാർ, സ്വർഗമഴച്ച ദൈവദാസന്മാർ, ദൈവ കുഞ്ഞുങ്ങൾ. ഞാൻ വീട് പറയുന്നു, സ്വർഗമഴച്ച ദൈവദാസന്മാർ, ദൈവ കുഞ്ഞുങ്ങൾ. അവരോട് തൊട്ട് കളിച്ചാലുണ്ടല്ലോ
അത് കളി പഠിക്കും. കാരണം ഈ പാറപ്പുറത്ത്, നമ്മുടെ പാറപ്പുറത്ത് കൈകൊണ്ട് മാന്തിയിട്ട് എന്തെങ്കിലും കുഴിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പാറപ്പുറത്ത് കൈ കീറിപ്പുകത്തേ ഉള്ളൂ, പാറ അനങ്ങത്തില്ല സഹോദരങ്ങളെ. കാരണം ഇത് സ്വർഗം അഴിച്ചതാ. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന മുഴുവൻ സ്വർഗമായി തൊടാൻ പോലും കഴിയത്തില്ല ഇവിടെ. ഈ കാരണം മുഴുവനും ഇറങ്ങി വന്നാലും ഞാൻ ഒന്ന് പറയാം, നിങ്ങളെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നമ്മൾ ക്രിസ്തുവിലെ കൺമണി, അവിടെ കണ്ണിൽ മണി പോലെ സൂക്ഷിക്കപ്പെടുന്ന മക്കളാണ് നമ്മള്. ഉറപ്പുണ്ടാകണം നമുക്ക്, ഞാൻ ദൈവരാജ്യത്തിൽ ജനിച്ചവനാ, ദൈവ കുടുംബത്തിൽ ജനിച്ചവനാ, പുതിയ തുരുത്തിയാൽ. ഹല്ലേലൂയ. അതിനകത്ത് വീഞ്ഞുണ്ടല്ലോ, നുരയുന്ന വീഞ്ഞ. തകർക്കാൻ കഴിയും ഒരു മോഹത്തിനും. ആരെങ്കിലും എന്തെങ്കിലും ഓലപ്പാമ്പിനെ കാണിച്ചാലും പേടിച്ചു പോകുന്ന അല്ലേത്. ഇത് സൃഷ്ടി പഠിക്കാൻ പോകുക നമ്മള്. ഇപ്പോഴല്ല, ഇതിനോട് ബന്ധത്തിൽ ന്യൂ ബർത്ത്, പുതിയ ജന്മം എന്ന് പഠിക്കാൻ പോകും. അന്നറിയും ഇത്. ഇടയ്ക്കെന്റെ പടത്തിൽ കാണാൻ കഴിയും, ഇങ്ങനെ ചിരിച്ചു പിടിച്ചിരിക്കുന്നത് ഒരു കൊച്ചു പയ്യനെ കുറിച്ച്. അവൻ തൊടാൻ പോലും കഴിയത്തില്ല. ദൈവത്തിൽ ജനിച്ചവൻ ഒരു നാളും പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു, അവനെ തൊടാൻ പോലും ദുഷ്ടന് കഴിയത്തില്ല. ഞാൻ നിങ്ങളെ യഥാർത്ഥമായ ക്രിസ്തു ജീവിതത്തിൽ കടന്നുകൊണ്ട് വരിക. ലോകത്തിൽ കേൾക്കുന്ന നല്ലൊരു ശതമാനം പാഴായ സുവിശേഷമാണ് ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ നമ്മളെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാം തകർക്കാൻ കഴിയുന്ന അതിമഹത്തായില്ലേ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞിരിക്കുന്ന പുതുവീഞ്ഞുകളാ ഈ ഇരിക്കുന്ന ആൾക്കാർ. അതിനാൽ അത് ഇട്ട് വെക്കണമെങ്കിൽ അതുപോലെ തുരുത്ത് തന്നെ വേണം. അതേ തുരുത്തിൽ വരാ ദൈവരാജ്യം. ഹല്ലേലൂയ. ഇല്ലെങ്കിലുണ്ടല്ലോ കീറിപ്പോകുന്നത്. പഴയ തുരുത്തിക്കൊണ്ട് വെച്ചാലുണ്ടല്ലോ, ഞാൻ വരുമ്പോഴത്തെ അത്ഭുതം കണ്ട് ദൈവസഭക്കകത്ത് വന്നു. പിന്നെ ആവശ്യം വരുമ്പോഴല്ലോ, ആവശ്യം വരുമ്പോൾ കിട്ടിയില്ല. പിന്നെ അവസാനം പിറുപിറുക്കാൻ തുടങ്ങും അല്ലേ? പിറുപിറുക്കാൻ തുടങ്ങും നമ്മൾ നന്മ കണ്ടു വന്നാണെങ്കിൽ നാളെ പിറുപിറുക്കും. രോഗസൗഖ്യം കണ്ടാ വന്നെങ്കിൽ നാളെ പിറുപിറുക്കും, സൗഖ്യം കിട്ടിയില്ലെങ്കിൽ. ഇനി രോഗം വന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ അപ്പന്റെ വീട്ടിൽ പോകാലോ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഇതൊന്ന് പൊട്ടിക്കിട്ടാണ് കാത്തിരിക്കുന്നത് നമ്മളൊക്കെ. വിതിൻ സെക്കൻഡ് ഞൊടി നേരം 3 സെക്കൻഡാ പറയുന്നത്. എനിക്കറിയത്തില്ല കണക്ക്. എന്താണെങ്കിലും ആ 3 സെക്കൻഡ് മതി എനിക്ക് എന്റെ വീട്ടിൽ പോകുവാനായിട്ട്. പിന്നെ നമുക്ക് ഏതിനെ ഭയക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പുതിയ തുരുത്തിയായി, പുതിയ വീഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് പഴയോട് ചേർത്ത് വെച്ചാൽ ഇതുപോലെ കീറിപ്പോകും. പഴയ തുണിയാണെങ്കിൽ കീറിപ്പോകും, പുതിയ തുരുത്തിയാണെങ്കിലും അത് ഉടഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മള് നിങ്ങൾ ദൈവരാജ്യത്തിൽ ജനിച്ചവരാണോ, നിങ്ങൾ പുതിയ തുരുത്തി തന്നെ വെക്കാൻ തുടങ്ങുക. ഹൃദയത്തിനകത്ത് വേറൊരു മോഹങ്ങളോ ജഡയിച്ചകളോ ഒന്നും കയറ്റിവെക്കാതെ യഥാർത്ഥമായ ദൈവരാജ്യത്തിലെ വചനങ്ങൾ തന്നെ ചേർത്ത് വെക്കുവാൻ നിങ്ങൾ എന്താ പറയാ ഉന്മേഷത്തോടെ ജീവിക്കുക എന്ന കാര്യമാണ് മാർക്കോസ് അതുവരെ പറയുന്നത്. ആര് പുതിയ വീഞ്ഞ് പഴയ തുരുത്തി പകർന്നു വെക്കാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകി പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിനെത്രയെ പകർന്നു വെക്കേണ്ടത്. ഹല്ലേലൂയ. പഴയ ഉടമ്പടിയോ പഴയ നീ ഒന്നിലേക്കുമല്ല ദൈവരാജ്യം എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലം. നമ്മളൊക്കെ ജനിച്ചത് അവിടെയാ. നമ്മളൊക്കെ ദൈവരാജ്യത്തിൽ ജനിച്ചിരിക്കുക. അതിന്റെ നന്മകളും വാഗ്ദത്തങ്ങളും അവകാശങ്ങളൊക്കെ പിന്നെ എപ്പോഴും പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയാൽ പഠിച്ചു തുടങ്ങിയതാ. അപ്പൊ തന്നെ നമ്മളെ കഴുത്തിൽ കുരുക്ക് വീണ് എന്ന് ഇത്ര മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒട്ടും യോജിക്കത്തില്ല അതിനോട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത് യഥാർത്ഥമായ ജീവിതത്തിന്റെ പഴയ നിയമമായിട്ട് എൻ്റർലി ഡിഫറന്റ് ആണ് ഈ കാര്യം. ദൈവരാജ്യം എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ പുതിയ തുരുത്തിൽ തന്നെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പഴയമായി ഒരു കാരണവശാലും കൂട്ടിച്ചേർക്കരുത്. ആ കാര്യം നിങ്ങൾ ഓർക്കുക. ലൂക്കോസ് 5:39 പറയുന്നു. അവിടെ വാക്യം, അവിടെ ഒരു പ്രത്യേകമായ ഒരു വാക്ക് അവിടെ യൂസ് ഉണ്ട്. നമുക്കറിയാം സെയിം വാക്യം തന്നെയാ. അവിടെ പറഞ്ഞു വന്നിട്ട് ഞാൻ വാക്യം മാത്രം വായിക്കാം. പുതിയ വീഞ്ഞ് 38 വാക്യല്ലേ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. വാക്യം 39. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് അവിടെ വായിച്ചു ആഗ്രഹിക്കുന്നത് പഴയത് ഏറെ നല്ലതെന്ന് പറയും. ഇതാ പ്രശ്നം, ഇതാ ഒരു പ്രശ്നം. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പഴയത് ഏറെ നല്ലതെന്ന് പറയും. 1 വെച്ച 2 കിട്ടുന്ന പരിപാടി അവിടെ അല്ലേ? എന്ത് കിട്ടിയില്ലേ നിങ്ങൾ കൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു കളയും. നമ്മൾ വിളിച്ചെന്തിനാ? രാജാവിന്റെ മക്കളായിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ വളരെ സിമ്പിൾ ക്രിസ്ത്യ ജീവിതമല്ലേ, രസമല്ലേ നമുക്ക്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, വിശാലമായ വഴിയിൽ കൂടി പോകുന്നവർ അനേകരാകുന്നു. 1-2 അല്ല, അനേകർ. എന്നാൽ ഞെരുക്കമുള്ള ഇടുക്കമുള്ള ആ ചെറിയ പാതയിൽ കൂടി കടന്നു പോകുന്നവർ ചുരുക്കം. ആ കൂട്ടരാണ് ഈ കൂട്ടർ. ഏതാ? നല്ല വീഞ്ഞ്, പല പരുവമായ മൂത്തിരിക്കുന്ന നല്ല തുരഞ്ഞു വരുന്ന ആ ദൈവരാജ്യത്തിന്റെ മർമ്മം അറിയുന്നവർ വളരെ കുറച്ചു പേരെ ഉണ്ടാകത്തുള്ളൂ.
അതുകൊണ്ടാ പഴയത് കുടിച്ച ആരും പുതിയതോടുള്ള ആഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അറിയാമോ, എന്താ പറയാ, പുറത്തു വന്ന് അനുഗ്രഹിക്കപ്പെടും, പകത്തു പോയി അനുഗ്രഹിക്കപ്പെടും, വാഴല്ല തലയാക്കി എലിയല്ല പുലിയാക്കും എന്നൊക്കെ പറഞ്ഞ നമ്മളെല്ലാത്ത ഹല്ലേലൂയ അല്ലേ. കാറ് കിട്ടും, ഒരു പുതിയ താക്കോല് വരുന്നു, ചാടി പിടിച്ചെന്നൊക്കെ വിശ്വാസം ചാടി പിടിച്ചെന്നൊക്കെ പറയും. കൊലകളെ പോലെ ചാടിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ, കിട്ടത്തോ അതുമില്ല. അവർക്ക് കിട്ടും, പ്രസംഗിക്കുന്നവർ കിട്ടും. അവരൊക്കെ കോടീശ്വരന്മാരുമായി വലിയ വലിയ ലോകം അറിയപ്പെടുന്ന പലർക്കും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ സ്വന്തക്കാരും അവരൊക്കെ വലിയ 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 ആൾക്കാരായി പോയി ഈ പറഞ്ഞ കൂട്ടരൊക്കെ. അവർ പറയും ഞങ്ങൾ പ്രസംഗിച്ച ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയും. ശരി തന്നെയാ, കുഴപ്പമൊന്നുമില്ല. പാവം നമ്മളൊക്കെ ഈ കുറഞ്ഞാറവൾ ചാടി ചാടി അവസാനം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അധികം ചാട്ടമൊക്കെ നിർത്തിയിട്ട് ആ സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. ഹല്ലേലൂയ. കാരണം അനേകർ ഇതിലേക്ക് ആ വഴിയിൽ കൂടി പോകുന്നത് അനേകരാകുന്നു. നമ്മൾ ആ ഇടുക്കമുള്ള ഞെരുക്കമുള്ള പാതയിൽ കൂടി പോകുന്നത് വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഹല്ലേലൂയ. അവരാണ് ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ ചേർന്നത്. അപ്പൊ അതുകൊണ്ട് പഴയത് കുടിച്ചിട്ടാലും പുതിയത് കൂടെ ആഗ്രഹിക്കുന്നില്ല. പഴയത് ഏറെ നല്ലതെന്ന് പറയും. കാരണം അറിയാമോ, അതിലൊരു ഒന്നും കളയണ്ട അല്ലേ. ഒരു പെണ്ണിന് ഇഷ്ടമായില്ലേ, വീട്ടിലേക്ക് എഴുതി കൊടുത്തങ്ങ് വിട്ടൊക്കെ ഒപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ. മോശം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇടുന്ന അവളുമായി ചേർന്ന് മുഖത്തിൽ അങ്ങനെ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇന്ന് ഒപ്പിട്ട് പിന്നെ ഇടക്കിടക്ക് മറ്റു അടിക്കല്ല, വീങ്ങല്ല നമുക്ക് ഇത്തിരി എന്താ പറ വീഞ്ഞാന്ന് കുഴപ്പമില്ല. അത് വയറിനല്ലോ. തിമോത്തൂസ് അതിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും തിമോസിനെ വയറിനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് കുഴപ്പമില്ല. അത് ക്രിസ്മസിനൊക്കെ അല്ലേ, ഈസ്റ്ററിനൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ ഭയങ്കര സിമ്പിളായ ക്രിസ്ത്യ ജീവിതമാണ്. ധാർമ്മികമായ ജീവിതമൊക്കെ എടുത്തു മാറ്റി, വിശുദ്ധമായ ജീവിതം എടുത്തു മാറ്റി ലോകം എഴുതിച്ചേരുന്ന മനുഷ്യന്റെ ജഡവുമായി ചേർത്ത് വെച്ച് പോകുന്ന ഉപദേശം, അത് എന്നൊക്കെ ഏറ്റവും ഇഷ്ടമാണ് നമുക്ക്. മറ്റു കാര്യമല്ലേ, മറ്റേതെന്താണെന്നറിയാമോ, അത് വേറെ ലോകമാണ്. അത് വചനം കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെയാ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവവചനം. ഹല്ലേലൂയ. അതിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല നമുക്കത്. അതനുസരിക്കുവാനാ എന്നെ നിങ്ങളെ വിളിച്ചത്. അവരെ ഇഴുകിച്ച് കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് നമ്മളെയൊക്കെ പരിവാക്കി വേണ്ടല്ലേ, എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടുപോയല്ലത്. പറഞ്ഞത് സ്വർഗമാണെങ്കിൽ അതനുസരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. അല്ലാതെ എന്തെങ്കിലും എന്നെ കാണിച്ചു പോകാൻ വേണ്ടി, ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ വേണ്ടി നമ്മൾ യേശുവിനെ പോലെ ആക്കി മാറ്റണമെങ്കിൽ ആഗ്രഹിക്കുന്നവർ അത് നടത്തിയിരിക്കും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആഗ്രഹിക്കുന്നവർക്ക് ആ വിശുദ്ധരാക്കി മാറ്റുവാൻ കഴിവുള്ളവൻ, തന്ന വചനം അനുസരിപ്പാൻ പഠിപ്പിക്കുന്നവൻ ഇതിനകത്ത് നിങ്ങളകത്ത് വന്നിട്ടുണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വീഴ്ചകളും താഴ്ചകളും സംഭവിക്കും. ഒട്ടനവധി വീഴാനിടയുണ്ട്. പാപം ചെയ്യില്ലെന്ന് പറയുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, വന്നേക്കാം. എന്നാലും അകത്തൊരു ആഗ്രഹമുണ്ട്, യേശുവിനെ പോലെയാകാം. വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹമുണ്ട്. അതാണ് എന്നെ നിങ്ങളെ കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഇന്റൻഷനാ കർത്താവ് നോക്കുന്നത്, മനോഭാവം. മനസ്സിലാവുന്നുണ്ടോ? ജീവിതയാത്ര വീണ് പോയേക്കാം, നോ പ്രോബ്ലം. വീഴാൻ വേണ്ടി പറഞ്ഞല്ലോ, വീണ് പോയേക്കാം അല്ലെ. എന്നാലും പറയും നമുക്കൊരു അകത്തൊരു ആഗ്രഹമുണ്ട്. കർത്താവേ, എനിക്ക് നിന്നെ പോലെ ആഗ്രഹമുണ്ട്. അതാ ദൈവം കാണുന്നത്. എന്ന് മകളുടെ മുന്നോട്ട് കടന്നു പോകാം. അപ്പൊ അതുകൊണ്ട് ഈ പഴയത് ചേർത്ത് വെച്ച് വലിച്ചു പോയാലുണ്ടല്ലോ, പഴയത് വളരെ സിമ്പിളാ. ഒരു ജഡത്തെ മാറ്റേണ്ട, ലോകവും മാറ്റേണ്ട, അതിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, ഒരു ഭവിഷ്യത്ത് സംഭവിക്കാൻ, ഒരു ദുരന്തം സംഭവിക്കാൻ ഇടയുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃപയും ഈ ന്യായപ്രമാണവും കൃപയും തമ്മിൽ ഒഴുകി കൂടിയ പോകത്തില്ല. ന്യായപ്രമാണവും പുതിയ നിയമ കൃപയും തമ്മിൽ കൂടിച്ചേർന്ന് പോകത്തില്ല. ന്യായപ്രമാണം പ്രവർത്തികൾ കൊണ്ട് ലഭിക്കുന്നതും കൃപ മനുഷ്യർക്ക് അസാധ്യമാണ്. കൃപ എന്ന് പറയുന്നത് അറിയാമോ നിങ്ങൾക്ക്? കൃപ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് പറഞ്ഞിട്ട് പോയ കുട്ടിയുടെ പേരല്ല കൃപ. ഏതാ കൃപ? എന്താ കൃപയുടെ അർത്ഥം? എന്താ? അർഹിക്കാത്ത ആനവെന്നൊക്കെ നമ്മളെല്ലാരും പറയുന്നു. എന്നാലും ഒരു ക്ലിയർ അല്ല, ഒരു അർത്ഥം ശരിയല്ല. ആരൊക്കെ പറഞ്ഞു നമ്മൾ തുടർമാനമായി ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കൃപയെ കുറിച്ച്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 ലൂക്കോസ് 19 കാണാൻ കഴിയും. ദൈവത്താൽ അസാധ്യം അല്ല, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകും. എന്നെ കൊണ്ട് കഴിയില്ല കർത്താവേ, നിന്നാൽ എനിക്ക് സാധ്യമാകുമെന്ന് ഒരുവൻ വിശ്വസിക്കുന്നിടത്ത് ദൈവത്തിന്റെ കൃപ പൊതഞ്ഞ് നരഞ്ഞു പോകി വരും. അത് അവനെ എന്താഗ്രഹിക്കുന്നുവോ, വിശുദ്ധനാണെങ്കിൽ അവനെ വിശുദ്ധത്തിലേക്ക് കൊണ്ടുപോയി കഴിയും ആ കൃപയ്ക്ക്. ന്യായപ്രമാണത്ത് അതല്ല. ന്യായപ്രമാണം എനിക്ക് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം. ന്യായപ്രമാണം പഠിപ്പിച്ചത് എനിക്ക് കർത്താവിന് എന്തെങ്കിലും കൊടുക്കണം, എനിക്ക് കർത്താവിന് വേണ്ടി ഓടണം. അതാ ഞാൻ അവിടെ ഞാനാ പ്രവേശിപ്പിച്ചു വരുന്നത്. കൃപ അതല്ല, ഈ പുതിയ നിയമം അതല്ല. പുതിയ നിയമം പറയുന്നത് എന്നെ കൊണ്ടൊന്നും കഴിയില്ല കർത്താവ്, ഇതാ വേണമെങ്കിൽ നീ എന്നെ ഉപയോഗിച്ചോ.
മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കും. ജന്മങ്ങളെയും അത് 30 വർഷം, 10 വർഷമാകാം, 20 വർഷമാകാം, 30 വർഷമാകാം, ചിലപ്പോൾ മരണത്തിന് തൊട്ട് മുമ്പാകാം. നമ്മുടെ ജഡമെന്ന് ഉടയുന്നുവോ അന്ന് പറയുന്നത്, കർത്താവേ കൃപ തന്നാൽ ഞാൻ നിൽക്കാം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? കൃപ എന്ന് പറയുന്നത് ഓക്കെ, എല്ലാം നല്ലത്, എല്ലാം അർത്ഥം നല്ലത് തന്നെയാണ്. എങ്കിൽ പോലും അതിനേക്കാൾ നല്ലത് നമുക്ക് കണ്ട് ഒന്നും നടക്കത്തില്ല, എന്നെക്കൊണ്ട് കഴിയില്ല കർത്താവ്, നിന്നാൽ സാധ്യമാകും. എനിക്ക് അസാധ്യമായത് മുഴുവനും അല്ലെ, എന്നെക്കൊണ്ട് ഒന്നും കഴിയത്തില്ല, അത് എന്നെക്കൊണ്ട് അസാധ്യം, നിന്നാൽ സാധ്യമാകും. അങ്ങനെ പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. അവിടെ മുതലാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത് അല്ലെ. അതുകൊണ്ട് ഇത്ര നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് പഴയതിന്റെ പുറത്തു പോയാൽ നമുക്ക് വീണ്ടും ഈ ഇടർച്ചകൾ സംഭവിക്കാൻ ഇടയുണ്ട്, വീഴ്ചകൾ സംഭവിക്കാം. അതുകൊണ്ട് അതിന് പുറകെ പോകരുത്. യോശുവയുടെ പുസ്തകത്തിലേക്ക്, യോബിന്റെ പുസ്തകത്തിലേക്ക് ഒരുപാടുണ്ട്. എന്റെ ഉള്ള മടച്ചു വെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു, അത് പുതുവീർത്തിലെ പോലെ പൊട്ടുമാറായിരിക്കും. ഞാൻ വിടുന്നു, അതിലേക്ക് നമുക്ക് അത്യാവശ്യം ആവശ്യമില്ല. ഓക്കെ, എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? യേശുവിന്റെ പ്രസംഗം പേടിച്ചാൽ നമുക്ക് 2 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അവൻ ബന്ധന്മാരെ വിടുവിക്കാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. ഞാൻ ഇൻട്രോഡക്ഷൻ മാത്രം പറഞ്ഞു പോവുകയാണ്, അത് പറഞ്ഞു പിന്നെ വേഗത്തിൽ നമുക്ക് എടുക്കാൻ കഴിയും. ലൂക്കോസ് 4:19 പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇല്ലേ? കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയാം. എന്താണെന്നറിയാമോ? ഇതുവരെ കാണാത്ത കുരുടന്മാർക്ക് കാഴ്ച നൽകുക. ഈ കാഴ്ച മാത്രമേ ഇത് കൊടുക്കുന്നുണ്ട് കർത്താവ്, അല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ആത്മീയ കാഴ്ച കൊടുക്കുന്നുണ്ട് കർത്താവ്. ഇല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ചേർത്ത് വെച്ച് പറഞ്ഞു പോവുകയാണ്. അപ്പൊ കർത്താവിന്റെ ഓരോ ശുശ്രൂഷ എന്ന് പറയുന്നത് ബന്ധന്മാരെ വിടുവിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ശുശ്രൂഷ അത് തന്നെയാ അല്ലേ? ദാവീദിന്റെ മക്കളായി ആദമിന്റെ മക്കളായി ലക്കും ഗതിയും അറിയാതെ അല്ലേ കിടക്കുന്ന മനുഷ്യരെയൊക്കെ, പിശാചിന്റെ അണ്ടറിൽ കിടക്കുന്ന മക്കളെയൊക്കെ നമ്മളുടെ കർത്താവ് വിടുവിച്ചു കൊണ്ടുവരികയാണ്. ആ വാക്യം വേഗത്തിൽ വിട്ടുപോകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സകല മാനവരാശിക്കും വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അല്ലേ? അവന് എല്ലാവർക്കും നിത്യജീവൻ, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്കറിയാം. മൂന്നാമത്തെ വാക്യം ഞാൻ ഇതെടുക്കാൻ വേണ്ടിയാണ് അവർ രണ്ടും എടുത്തത്. മൂന്നാമത് മാർക്കോസ് 1:22 പറയുന്നു, വലിയ ആത്മീയ സത്യങ്ങളെ കുറിച്ച് പ്രസംഗിച്ച് വന്ന കർത്താവിന്റെ ഒടുക്കത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 20 വാക്യം, അവൻ കഫർന്നഹൂമിലേക്ക് പോയി ശബ്ബത്തിൽ അവന്റെ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അപ്പോൾ അവന്റെ 20 വാക്യം പറയുന്നു, അവന്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടേ ഉപദേശിക്കുന്നത് അല്ലേ? കർത്താവ് വലിയ ആത്മീയ സത്യങ്ങൾ പറയുക, ഗിരിപ്രഭാഷണം പോലുള്ള വലിയ ആത്മീയ മർമ്മങ്ങൾ പറയുക. പക്ഷേ കേട്ടവർ പറയുകയാണെന്നറിയാമോ? അവർ വിസ്മയിച്ചു. ഓ സൂപ്പർ എന്ന് പറയാ, സൂപ്പർ, ഓ എന്ത് പ്രസംഗമാണ്, നിനക്ക് എവിടെ കിട്ടിയെന്ന് പറയില്ല നമ്മള്. അങ്ങനെ കേട്ടോ, നിങ്ങൾ വിസ്മയിച്ചു. ഒരു മാനസാന്തരവും ഇല്ല. നീ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ യേശുവിന്റെ അടുക്കൽ വന്ന ആൾക്കാരെ കുറിച്ച് അങ്ങനെ മനസ്സിൽ ഒരു ഉദ്ദേശത്തോടെ മനസ്സ് വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫലം കാണാൻ പറ്റും. യേശുവിന്റെ അടുക്കൽ യേശു വചനം പറഞ്ഞു കഴിയുമ്പോൾ പരീക്ഷന്മാർക്ക്, ശാസ്ത്രിമാർക്കൊക്കെ ഇതുവരെ വിസ്മയമുണ്ടാക്കി. എന്താണ് സൂപ്പർ എന്നൊക്കെ പറയുന്ന വിസ്മയമുണ്ടാക്കി. എന്നാൽ മറുകൂട്ടർ പറയുന്നു, അയ്യോ ഞങ്ങൾ പാപികളാ, ഞങ്ങളെ രക്ഷിക്കണമേ അല്ലേ, ദാവീദിന്റെ പുത്രാ എന്നൊക്കെ വിളിച്ചപേക്ഷിക്കുന്ന മാനസാന്തരമുള്ള വേറെയുണ്ട്. ഞാൻ വളർത്ത മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അതല്ല, ഇവിടെ ഇവർ വിസ്മയിക്കുക. അവരെ സംബന്ധിച്ചുള്ള മാനസാന്തരമൊന്നുമില്ല. ഇതേക്കാൾ വലിയ അവർ കേട്ടതാ. ഇനി കുറച്ച് യേശുവിന്റെ പ്രസംഗം കൊള്ളാം എന്ന് പറയാ. അവന്റെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവരായിട്ടാണ് പ്രസംഗിക്കുന്നത്. പുതിയ നിയമത്തിൽ ഉപദേശം എന്ന് പറയുന്നത്, ദൈവരായത്തിൽ ഉപദേശം എന്ന് പറയുന്നത് ശാസ്ത്രിമാരെ പറ്റി അവിടെ ഇവിടെ എന്തെങ്കിലും എടുത്ത് പഠിപ്പിക്കുന്ന പരിപാടിയല്ലത്. അതിനോടുകൂടി അവന്റെ അധികാരം കൂടി പരിചയപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ എവിടെ വാക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി അല്ലേ? വാക്യം വായിച്ചിട്ടുള്ളത് ആത്മാവിന്റെ ശക്തിയോടും കൂടിയുള്ള ഉപദേശമാണ്. വാക്കുകൾ മാത്രമല്ല, വചനം മാത്രമല്ല, ആത്മാവിന്റെ ശക്തിയും കൂടി വെളിപ്പെട്ട് വരികയാണ്. ആണോ ഇല്ലയോ? അപ്പൊ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകളൊക്കെ ഈ അധികാരത്തിൽ കീഴിലുള്ളതാണ്. കാരണം നമ്മൾ ദൈവരായത്തിന് അകത്തു നിന്നാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, വചനം പഠിപ്പിക്കുന്നതെങ്കിൽ, നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഹല്ലേലൂയ. ഈ അധികാരത്തിന് മുമ്പിൽ ഒരു മനുഷ്യനും നിൽക്കത്തില്ല. അങ്ങനെ മിണ്ടുന്നില്ലല്ലോ. വായിച്ചു നോക്കിയേ, കേട്ടവരെല്ലാം ആത്മീയ സത്യത്തിൽ കേട്ടു, പക്ഷെ അവർക്ക് മാനസാന്തരമൊന്നുമില്ല, വിസ്മയിച്ചു. അതൊക്കെ നമ്മൾ പറയില്ലേ, അടിപൊളി പ്രസംഗവാസ്ത്രം എന്ന് പറയും, പക്ഷെ അവർക്കൊരു ഗുണമൊന്നുമില്ല. അത് മാർക്കിട്ട് 100 80 മാർക്കിട്ട് അവര് വിസ്മയിച്ചു ഭയങ്കരമായിട്ട്, പക്ഷെ എന്തില്ല, മാനസാന്തരമില്ല അവർക്ക്.
മാർക്കിട്ടു അവർ ശരി തന്നെ. പക്ഷേ അവർ പറഞ്ഞു ഇത് അധികാരമായി ശാസ്ത്രീയമായ പോലെ അല്ലത്, ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ആളെ പോലെയല്ല, അധികാരത്തിന് ശുശ്രൂഷയാണത്. ഹല്ലേലൂയ. എനിക്കറിയാം, ഞങ്ങൾക്ക് തിരുനെൽവേലിയിൽ നമ്മൾ ബിൽഡിംഗ് പണിത് അവര് 7 വർഷത്തോളം ഞങ്ങൾ ബൈബിൾ ക്ലാസ് വെച്ചു. ഇപ്പൊ അവിടെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ 2 വർഷം വരെ റെഗുലറായിട്ട് ഞങ്ങൾ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. 3 ദിവസം, ആ മാസത്തിൽ 3 രാവിലെ വൈകിട്ട് വരെ 3 ദിവസം ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. അന്ന് TPM കുറെ ആൾക്കാർ 40 കിലോമീറ്റർ ദൂരെയുള്ള കോവിൽപ്പെട്ടി എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ വചനം കേൾക്കാൻ വന്നു. അങ്ങനെ അവിടെ വന്ന ആൾക്കാരൊക്കെ അവരെ ചർച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ പാസ്റ്റർമാരെല്ലാം കൂടി വെള്ളിട്ട പാസ്റ്റർമാർ ഒരിക്കൽ ഞങ്ങളുടെ ട്രെയിനിങ് സെന്ററിൽ വന്നു. ഒരു 5-8 പേരുണ്ടായിരുന്നു. അവർ എന്നെ പൊക്കാൻ വേണ്ടി വന്നതാണ്, എന്നെ പിടിച്ചെന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഒറ്റ അന്ന് രാവിലെ തുടങ്ങി മീറ്റിംഗ്, രാവിലെ 10 മണിക്ക് തുടങ്ങും, വൈകിട്ട് 3 ഉച്ചക്ക് 3 മണി വരെയാ. ഒറ്റ ടെസ്റ്റ് ക്ലാസ്. എന്നിട്ടാണ് ഊണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങൾ ഫുൾ സെറ്റായിട്ടാണ് പോകുന്നത്. ഭക്ഷണം കൊടുക്കും. അപ്പോ ഈ ഇത്രയും സമയം അവർ മൗനമായി ഒന്ന് കേട്ടിട്ട് കഴിഞ്ഞിട്ട് പറയാ, ഫാസ്റ്റ് അടുത്ത മാസം മുതൽ ഇതേ ക്ലാസ് ഞങ്ങളുടെ കോവിൽപ്പെട്ടി 40 കിലോമീറ്റർ അപ്പുറമുള്ള കോവിൽപ്പെട്ടിയിൽ 115ഓളം വരുന്ന കത്തോലിക്ക പാസ്റ്റർമാരുണ്ട്, അച്ഛന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, CSI അച്ഛന്മാരുടെ ഒക്കെയുള്ള ഒരു ഗ്രൂപ്പാണ് അവരുടെ. അവിടെ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ക്ലാസ് എടുത്തു. പിറ്റേ മാസം മുതൽ കൊറോണ ആരംഭിച്ചു. പറയാൻ സാധനമുണ്ടോ? പിടിക്കാൻ വന്നതാ. പക്ഷെ ഞാൻ പറയാ, നമ്മുടെ പ്രസംഗം ആ ദൈവരാജ്യത്തിനകത്തുനിന്നുള്ള വാക്കാണെങ്കിൽ ഒരുത്തനും നമ്മുടെ മുമ്പിൽ നിവർന്നു നിൽക്കത്തില്ല. യോശുവയുടെ പറഞ്ഞ വാക്കുണ്ട്, നിന്റെ മുമ്പിൽ ജീവിതകാലം മുഴുവനും ഒരുത്തൻ പോലും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ലെന്ന്. ഇത് വെറും വാക്കല്ല, ഇത് ഇത് ജനത്തിൽ പോയാൽ നമ്മളൊക്കെ കിടുകാ നടക്കേണ്ടി വരും. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരുത്തനും നമ്മുടെ മുമ്പിൽ നിൽക്കുക പോലുമില്ല. വിരൽ പോലും ചൂണ്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? യേശുവിന്റെ പ്രസംഗം അറിയാം, അധികാരത്തുള്ള പ്രസംഗമാണ്. അത് ഉറപ്പുണ്ട്. എന്നെ അയച്ചതാരാണ്, ഞാൻ എന്താ പ്രസംഗിക്കുന്നത്, ആ നല്ല ഉറപ്പുണ്ട്. അവിടെ നമുക്ക് അധികാരം കിട്ടുന്നത്. അങ്ങനെയല്ലേ അല്ലേ? ചില ഈ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് അവർ കറക്റ്റായിട്ട് പഠിപ്പിക്കും. കാരണം അറിയാമോ, അതാ സ്കൂൾ സിലബസ് അവർ പഠിച്ചതാ. അല്ലെ, കെമിസ്ട്രി സയൻസ് ഒക്കെ അവർ പഠിച്ചതാ. അത് അങ്ങനെ തന്നെ മാറ്റൂല. അവർ ഉറപ്പോടെ അവർക്ക് പഠിപ്പിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് ആ മർമ്മം അറിയുന്നവർക്ക് അവരുടെ പ്രസംഗത്തിൽ നല്ല ആധികാരികതയുണ്ടാകും. അതൊക്കെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് ഉവ്വ് അല്ലെങ്കിൽ ഇല്ലെന്ന് മാത്രമായിരിക്കും. അല്ല, കറ തീർന്നു. ഒരുത്തൻ പോലും ഒരായുസിൽ, യേശുവിനെ പറഞ്ഞ ഒരായുസിൽ പോലും നിന്റെ ഒരുത്തൻ പോലും നിവർന്നു നിൽക്കട്ടെന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഇന്ന് ഓർക്കുക. ആ വാക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. യേശുവിന്റെ പ്രസംഗമൊക്കെ അങ്ങനത്തെ പ്രസംഗമാണ്. ദരിദ്രരോട് സുവിശേഷം പറയുകയും മാത്രമല്ല, ഭൂമിയിൽ എല്ലാവരോടും രക്ഷയ്ക്ക് വേണ്ടി മാത്രം വന്നതല്ല. അവരുടെ സുവിശേഷമൊക്കെ അധികാരത്തോടെ പ്രസംഗിച്ചത് 4 ന്യായവിധിക്കും കൂടി വേണ്ടിയായിരുന്ന കാര്യം മറന്നു പോകരുത്. അല്ലെ, ഈ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന് പ്രസംഗിച്ച പ്രസംഗം മുഴുവനും നമ്മൾ വിചാരിക്കണ്ട, അത് ആൾക്കാർ കേട്ടുപോയി അവർ വിശ്വസിച്ചെന്ന് വിചാരിക്കണ്ട. അത് അവരുടെ മേലെ ന്യായവിധിയാണ്. ഞാൻ വീണ്ടും തീർത്തു പറയാം, പ്രസംഗം കേട്ടിട്ടും അവരൊക്കെ പോയി കർത്താവ് ഇങ്ങോട്ട് പോയി നമുക്കറിയാം അല്ലേ. പക്ഷേ ഇതൊന്നും നിങ്ങൾ ഓർക്കണ്ട. കർത്താവ് പ്രസംഗിച്ച വചനം അത് മാറിപ്പോയിട്ടൊന്നുമില്ലത്. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന്റെ മുമ്പിൽ, വലിയ വെള്ള സിംഹാസന മുമ്പിൽ അന്ന് ആ പ്രസംഗിച്ചതൊക്കെ തിരിച്ചവിടെ വരുന്നത്. ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്ന വാക്കുകളൊക്കെ തിരിച്ചു വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുകയോ എടുക്കാതിരിക്കുകയോ ആർക്കെന്ത് ചെയ്യാം. ഞങ്ങളെ കേൾക്കുന്നവർ അങ്ങോട്ട് പോകും, പ്രസംഗിക്കുന്ന ആൾ ഇങ്ങോട്ട് പോകും. ശരി തന്നെയാ. പക്ഷെ ഇതൊക്കെ ഒരു ദിവസം വരുന്നതൊക്കെ അയ്യോ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും പേടിച്ചതാണോ? പേടിച്ചല്ലേ എന്തുവാകട്ടെ. അതുകൊണ്ട് ഇത് കർത്താവ് മുമ്പിലേക്ക് ന്യായവിധിക്ക് വേണ്ടിയാണ് കാര്യം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിന്റെ 3 പ്രവൃത്തികളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, 1 എന്താ? പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, എന്തുവാകട്ടെ വിട്ടുപോകുന്നു, 3 ന്യായവിധിയെക്കുറിച്ച്. കർത്താവിന്റെ പ്രസംഗമതാ, പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി അതാ. ഈ ന്യായവിധിയെക്കുറിച്ച് അനേകം പ്രസംഗിക്കുന്നില്ല. ഭയമാണത്. അനേകം പ്രസംഗിക്കുന്ന ന്യായവിധിയെക്കുറിച്ച്. എന്നിട്ട് പറയും അങ്ങനെ വിധിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ആരാ വിധിക്കുന്നത്? ഇവരാരും വിധിക്കുകയല്ല. വചനം കറവെന്ന് പറയാ, ഇങ്ങനെ പോയാൽ നരകത്തിൽ പോകുന്നു പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കർത്താവ് കുറുതലേന്തി പറഞ്ഞു വെച്ചിരിക്കുന്നു, നീ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് പറഞ്ഞത് വചനമല്ലേ. ഇത് വിധിക്കുകയാണോ നമ്മൾ ആരെങ്കിലും? അയ്യൊന്നും മിണ്ടുന്നില്ലല്ലോ. വിധിക്കുകയൊന്നും അല്ലത്. എന്താ പറയാ അല്ലേ? ബിംബാരാധികർ, മോഷ്ക് പറയുന്നവർ, അല്ലേ, വ്യഭിചാരികൾ, കൊലപാതകന്മാർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം. അത് ന്യായവിധിയാണോ? അല്ല. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ അർത്ഥം. ഇനി അവിടെ കൂട്ടിച്ചേർന്ന പരിപാടി അവിടെ ഇല്ല. ഉണ്ടോ? ചേർക്കുന്നതാണ് ഈ പറഞ്ഞ വെള്ളം ചേർക്കുന്ന പരിപാടി. ഇതിനകത്ത് പറയുന്നു, ഞങ്ങൾ മനുഷ്യനെ പ്രസാദിക്കുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്.
നമുക്ക് പേടിയ ഭയമാണ്, അല്ലേ? ഈ ഒരുപക്ഷെ ഞാനും നരകത്തിലേക്ക് പോയാൽ ഈ പറയുന്നത് ഒരുപക്ഷെ അവർ ചെയ്യുന്നത് ദൈവം പറഞ്ഞിട്ടാണെന്നോ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് അല്ലേ എനിക്ക് ശിക്ഷാവിധി വരുമെന്ന് പേടിച്ചിട്ടാ. പക്ഷേ അവർ ചെയ്ത തെറ്റാണെന്ന് വചനപ്രകാരം തെളിയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാ ഭയക്കുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുള്ളൂ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒരേ ആത്മാവല്ലേ അകത്ത് ജീവിക്കുന്നത്? ഹല്ലേലൂയ! എന്തിനാ ഭയക്കുന്നത്? വചനപ്രകാരം ഒരു ലോയുണ്ട്, ദൈവരാജ്യത്തിനകത്ത് നിയമമുണ്ട്, അവന്റെ രാജ്യവും നീതിയും, ലോ ആൻഡ് ഓർഡർ. അതിനെക്കുറിച്ച് അറിയുന്നവൻ എന്തിനാ ഭയക്കുന്നത്? ഭയമുണ്ടല്ല പേടി, അല്ലേ? മറ്റുള്ള കീഴ്പ്പെട്ടിരിക്കുന്ന വേറെ കാര്യം. പക്ഷേ തെറ്റ് കണ്ട തെറ്റാണെന്ന് പൗലോസൊക്കെ പറഞ്ഞു. പത്രോസിലേക്ക് അല്ലെ നാട്ടുകാരുടെ മുമ്പിലാണ് പൗലോസ് വിളിച്ചു പറയുന്നത്. അവർക്ക് വഴക്കൊന്നുമില്ല കേട്ടോ, വേറെ കാര്യം. കാരണം അവരൊക്കെ ആത്മീയമാരായതുകൊണ്ട്. ഞാൻ പറയാത്ത മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യ ഉറപ്പുണ്ടെങ്കിൽ അത് കർത്താവിന്റെ വചനമാണ്, വചനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ പറയുന്നത് തന്നെയാണ് അർത്ഥം, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം. അതിനെ കൂട്ടിച്ചേർത്ത് അല്ലേ അങ്ങനെ ആകാനും ആകാതിരിക്കാനും ഈ മഴ വരുമെന്ന് പറയുന്ന പരിപാടി അല്ലത്. ഇത് ദൈവരാജ്യത്തിന്റെ മക്കളാണ്, അധികാരത്തിലുള്ള ശുശ്രൂഷയാണ്. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാ അർത്ഥം. അവിടെ മറ്റൊന്നും അവിടെയില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ മൂന്നാമത്തെ ജോലിയുമുണ്ട്, ഡ്യൂട്ടിയുണ്ട്. അത് ന്യായവിധിയെ കുറിച്ചാ. അപ്പൊ അത് യോഹന്നാൻ സുവിശേഷം 9:39-41 വരെ ചിലർ പറയുന്നുണ്ട്, കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറയുക, അല്ലേ? ജസ്റ്റ് ഓടിച്ചു വിടുക. 1-ാം വാക്യം മുതൽ പറയുന്നുണ്ട്, ഒരു കുരുടായ മനുഷ്യൻ പിറന്നു, അല്ലേ? പിറക്കത്തവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ അവന്റെ അപ്പയമ്മമാരും ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദവാക്യമാണല്ലേ? കർത്താവ് പറയാ, പണ്ടാണെങ്കിൽ പറഞ്ഞേനെ അത് ശാപമാണെന്നൊക്കെ പറഞ്ഞേനെ, അല്ലേ? ആണോ? അത് ശാപമാണെന്നൊക്കെ പറഞ്ഞേ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അത് പക്ഷെ പുതിയ നിയമത്തിൽ അതല്ല. പുതിയ നിയമം അതല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. അതാ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നേ. എങ്കിലും അമ്മ അപ്പന്മാരും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപ്പെടേണ്ടതിനത്രേ. ഹല്ലേലൂയ! ചിലതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് 2 വട്ടം 3 വട്ടം പ്രാർത്ഥിച്ചോ 10 വട്ടം പ്രാർത്ഥിച്ചോ കുഴപ്പമില്ല. പൗലോസ് 2 വട്ടം 3 വട്ടം പ്രാർത്ഥിച്ചല്ലേ? ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞു അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? അവിടെ ഇരിക്കട്ടെ, ജീവിതകാലം മുഴുവൻ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം അറിയാമോ, അതാണ് എന്റെ ബലം. കാരണം അറിയാ, നമ്മൾ ഈ കർത്താവ് നൽകിയതിനെ പിടിച്ച് മറിച്ച് മാറ്റാൻ നോക്കേണ്ടത്. ചിലതൊക്കെ നമ്മുടെ കൂടെ തരുന്നത് അത് എന്നെ നിഗളിയാക്കാതിരിക്കാൻ വേണ്ടിയാ, എന്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ. ഇതുപോലെ അല്ലേ എനിക്ക് ഭർത്താവ് മുഷ്കടനും മഷ്കടനും അല്ലെ എന്തെങ്കിലും അവർ പേരിട്ട് അതാണെങ്കിൽ അവൻ അങ്ങനെ വെച്ചോണ്ടിരുന്നോന്നേ, അത് നിനക്ക് നന്മക്കായി കൂടി ആവരിക്കത്തുള്ളൂ, അല്ലേ? എന്ത് പറഞ്ഞാലും ആമീൻ പറയുന്ന ആമീൻ പറയുന്ന ഭർത്താവൊക്കെ ആണെങ്കിൽ അല്ലേ നിങ്ങളെ എപ്പ വന്നു ചോദിച്ചാൽ മതി. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അല്ലേ എപ്പ വന്നു ചോദിച്ചാൽ മതി. ഇതുപോലെ പലതും കുത്താനുള്ളത് കൊണ്ടാണ് ഇന്നും കൃപയാൽ ഇവിടെ നിൽക്കുന്നത്. പൗലോസ് ജീവിതകാലമാണ് ആ പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് അതിഭയങ്കര അധികാരത്തിൽ ശുശ്രൂഷ അറിയാമോ, കുത്താൻ സാധനം ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. അർത്ഥം സാധനമുണ്ടോ? ചില കുറവുകളൊക്കെ കുറവായി തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ പരിഹരിക്കാനും പോകാനൊന്നും പോകണ്ട. മാറ്റാന്ന് വേണേ 12 വട്ടം പ്രാർത്ഥിച്ചോ, ഇനി 10 വട്ടം പ്രാർത്ഥിച്ചോ, പിന്നെ ഒന്നും ബസ്സിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതും ചോദിച്ച് ജീവിതകാലം മുഴുവൻ പോകരുതേക്കരുത്. എത്രയും വേഗം പരിഹരിച്ചിട്ട് അത് വെച്ചോടങ്ങ് ജീവിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഇതാണോ? ഇത്തിരി ഷുഗറൊക്കെ ഉണ്ട് എനിക്ക്, പഞ്ചായക്കൂട്ടനായതല്ല, ഷുഗറൊക്കെ ഉള്ളതാ. ഞാൻ പറയും സ്തോത്രം പറയും. ചില ജഡമൊക്കെ ഉടയണമെങ്കിലൊക്കെ നല്ല കാര്യം മകർത്താവേ, ഇത് തന്നതിനായി സ്തോത്രം. ഇതൊന്നും പിടിക്കത്തില്ല നിൽക്ക്. നമുക്ക് ഈ കൽപ്പിച്ചു വരുന്ന പരിപാടിയല്ലേ, ചിലതൊക്കെ നന്മക്കായിട്ടാണല്ലേ. ഹല്ലേലൂയ! ചില ജഡോക്കോടെ എത്ര നമ്മൾ വിചാരിച്ച നടക്കത്തിൽ പറ്റിച്ചേർന്ന പാവം ദൈവസ്കാശി പഠിക്കും. നമ്മുടെ പ്രാണനോട് പറ്റിയിരിക്കുന്ന പാവങ്ങളുണ്ട്, പറിച്ചാലും പോകത്തില്ല സഹോദരങ്ങളെ. കൺമോഹമൊക്കെ പറിച്ച് പോവത് എവിടെ പോകാനാ? പ്രാണനോട് പറ്റിപ്പോയതാ, അല്ലേ? നമ്മളെ രക്തത്തിൽ ചേർന്ന് പറയാറില്ലേ, ആ സാധനമാണ്. അത് പോണെങ്കിലേ കർത്താവ് തന്റെ ശരി പരിപാടിയൊക്കെ ഉണ്ട്. ചില കൂട്ടുമരുന്നില്ല കർത്താവിന്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കിഴക്കും സ്തോത്രം പറഞ്ഞാൽ മതി. കാരണം അത് ഇവിടെ നമ്മുടെ വിചാരം നമുക്ക് ഇവിടെ ലോകത്ത് വലിയവനാകണം, പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയാ. കർത്താവിന് നമ്മൾ എങ്ങനെയും ശുദ്ധീകരിച്ച് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഒരാളെ പെടാൻ പാടുപെടുന്നു. ഇവിടെ കാണുന്ന നമ്മൾ പേരും പ്രശസ്തിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ഒരേ സ്ത്രീമായി പോകുന്ന ആൾക്കാരാണ്, പക്ഷെ രണ്ട് മനസ്സാ.
ചില കുടുംബത്തിൽ ഭാര്യ ഭർത്താവിലേക്ക് ദർശനം ഉണ്ടായിരിക്കുന്ന പോലെ കർത്താവ് നമ്മൾ എങ്ങനെ ശുദ്ധീകരിച്ച് മോളിൽ കൊണ്ടാന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ പേര് പ്രശസ്തിക്ക് വേണ്ടി ഓടുക. രണ്ട് എതിർ ഒരേ മുഖമേറ്റുകൊണ്ട് ഒരേ കാളയുടെ മുഖത്തിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ മനസ്സ് രണ്ടാ. നമ്മൾ ഈ മനസ്സ് ഒന്നാകാൻ വേണ്ടിയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് പോകാൻ പറ്റും. നമ്മുടെ കർത്താവിന്റെ ദർശനം കൂടി എന്റെ ദർശനമായി മാറിയ പിന്നെ എവിടെയാ എന്താ ക്ലാഷ് വരുന്നത്? അവിടേക്ക് കർത്താവിന്റെ ദർശനവും എന്റെ ദർശനം ഒന്നായ പിന്നെ അവിടെ എന്താ പ്രശ്നം? നമുക്ക് ഇവിടെ തന്നെ പ്രശ്നം. പല ദർശനമായതുകൊണ്ടല്ലോ നമുക്കും പ്രശ്നം ഉണ്ടാകുന്നത്. ഒരേ ദർശനമാണെങ്കിലോ ആ ദൈവരാജ്യം നിത്യജീവനാണെങ്കിലോ ആർക്കല്ല പ്രശ്നം? പറഞ്ഞു വല്ല മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പൊ ഇതൊക്കെ തന്നെ ശ്രദ്ധമാകട്ടെ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യം വിട്ടുപോകുന്നു. അതുകൊണ്ട് പലതമാക്കി പറയുന്നത് അവർ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് മനുഷ്യന്മാർ അവരോട് ചോദിച്ചു. നമുക്കറിയാം പാപിയായ മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ബിരുദമുണ്ടാക്കി. ദൈവം തെളിയിച്ചു കൊടുക്കുക, കർത്താവ് തെളിയിക്കുക. ലോകമുണ്ടായവരെ ഇന്ന് വരെ ഒരാൾ പോലും ജന്മനാ പിറന്ന കുരുടായി പറഞ്ഞ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയിട്ടില്ല. ഏലിയാവൊക്കെ തീയിറക്കിയിട്ടുണ്ട്, ശരി തന്നെയാ. മരുഭൂമി മഞ്ഞ കൊടുത്തിട്ടുണ്ട്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്, ശരിയാ. പക്ഷെ കണ്ണ് ജന്മനാ കുരുടായവന് മോചനം കൊടുത്തത് ഈ കർത്താവ് മാത്രമാണ്. എന്നിട്ട് പോലും അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർ കാണുന്നു. അതങ്ങനെ ശരിയാകും അല്ലേ? കൂട്ടി നോക്കും. ഏപ്രിൽ 1, 1, 2 അല്ലേ? അത് അങ്ങനെ ശരിയാകും അല്ലേ? ഇത് വലിയൊന്നും ചെറിയൊന്നല്ലേ? നമ്മൾ ഭയങ്കര കണക്കൂട്ടുന്ന പരിപാടി. നല്ല കാഴ്ചയാണല്ലോ നമുക്ക്. ലോകം മൊത്തത്തിൽ നമ്മുടെ അകത്ത് കിടക്കുകയില്ലേ? കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ അതങ്ങനെ ശരിയാകും. ലോകമുണ്ടായിരുന്നവരെ ആരും ചെയ്യാത്ത കാര്യമാകും. ഒരു പക്ഷെ അവൻ ബേൽസബനെ കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളെ മറ്റേ പുള്ളിക്കാരനെ ഈ ആണി കൊണ്ടിരിക്കുന്ന മറ്റേ പുള്ളിക്കാരനെ അതുകൊണ്ടാണ് ചെയ്യുന്നത്. അവ ബുദ്ധിയായി ഈ മറവിത്. അതുകൊണ്ടാണ് കാണുന്നവർ കാണാതിരിക്കുവാനും. കർത്താവിനെടുക്ക വരണമെങ്കിൽ ഒരു ശിശുവിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ, പൊട്ടനെ പോലെ വന്നാൽ മതി. ഒരു കർത്താവ് നമ്മൾ പണിതെടുക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? വലിയ ബാസ് ഒന്നും ബാസിന്റെ ആവശ്യമൊന്നുമില്ലേ? ഒന്നും വേണ്ട. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി. ആ വാക്കിനൊക്കെ അർത്ഥം പറയാൻ വല്ലാത്ത വാക്കാണ്, നിഷ്കളങ്കം. യൂദാലേഖനം ഈ ലേഖനങ്ങളുടെ ഒടുക്കത്തെ അവസാനത്തെ ലേഖനത്തിൽ ലാസ്റ്റ് വാക്യത്തിൽ പറയുക നിഷ്കളങ്കമായ കളങ്കന്മാരായി നമ്മെ നിർത്തുവാൻ. ഇതിനകത്ത് പോയാൽ അങ്ങനത്തെ നിഷ്കളങ്കമല്ല, കളങ്കം മാത്രമേ ഉള്ളൂ നമ്മളകത്ത്. യകള കാപട്യവും കൂടോത്രവും അല്ലെ സ്തോത്രവും സൂത്രവും എല്ലാം നിറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, കർത്താവ് ന്യായവിധിക്ക് വേണ്ടി കാണുന്നവർക്ക് വേണ്ടി ന്യായവിധി വരിക. കർത്താവിന്റെ പ്രസംഗം തന്നെയാ. കുറെ ആൾക്കാർ കേട്ടു, കുറച്ചു പേർ കേട്ടു, ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞു. നമുക്ക് തോന്നുന്നു അതൊക്കെ വേറെ ഫ്രീ ആയിട്ട് പോയി. ഒന്നും ഫ്രീ പോകുന്നല്ല. ഇതൊക്കെ തിരിച്ചൊരു ദിവസം വരും. ഇന്നല്ല, ഇന്നൊന്നും വരത്തില്ല. ഇന്ന് ജീവിച്ച് മരിച്ചങ്ങ് പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കറ തീർന്ന് തെളിയിക്കുന്ന ഒരു ദിവസം വരും. ന്യായവിധിയുടെ മുമ്പിൽ എന്ന് പറയും. ലോകാസ്തം ഇതൊക്കെ കത്തിയായ ശേഷം ശൂന്യതയിൽ തന്റെ സിംഹാസനം കെട്ടി അതിന്മേൽ ഒരുത്തം നിൽക്കും. നമ്മൾ ആരാധിക്കും നമ്മുടെ കർത്താവ്. അവനൊരു പുസ്തകം തുറന്നു വെക്കും. ഈ കയ്യിരിക്കുന്ന പുസ്തകം, നമ്മുടെ കയ്യിരിക്കുന്ന ഇതേ യഹോവയുടെ പുസ്തകം, ഒറിജിനൽ കോപ്പി സ്വർഗത്തിലുണ്ട്. ഇത് കുറച്ച് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഒക്കെ വാക്കൊക്കെ ഉണ്ടല്ലേ? ഒറിജിനൽ അങ്ങ് തുറന്നു വെക്കും. അങ്ങ് കർത്താവ് പ്രസംഗിച്ച വാക്യൊക്കെ ഓടിക്കേട് വരും. അവനെ വിളിച്ചിരുത്തുന്നത് കേട്ട പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടാ അല്ലേ? നീ പറഞ്ഞു നീ ബേൽസബനെ കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് അല്ലേ? പാസ്റ്റ് എവിടെ യൂട്യൂബിൽ നോക്കിയിട്ടാ പലതും പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞ് ലാപ്ടോപ്പിനകത്ത് ഈ പാസ്റ്റൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിടുന്ന കിട്ടുന്നുണ്ടല്ലേ? അതൊക്കെ തന്നെയാ ഇതൊന്നും ഈ പരിപാടിയൊന്നും അല്ല. അന്ന് അറിയത്തുള്ളൂ. തുറന്നു വെച്ച സിംഹാസന മുമ്പിൽ നിൽക്കുമ്പോ കിടുകിടാപറക്കും. ബാക്കി പറഞ്ഞാൽ പിളകിപ്പോകുമെന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒന്നും പോകത്തൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കും. കാരണം ഇത് തിരുവചനമാണ്. പ്രസംഗിക്കാതെ ആര് കേൾക്കുമെന്നല്ലേ? അങ്ങനെയാണോ ഇല്ലയോ? അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടാകണം. നമ്മുടെ വാക്കുകൾക്ക് പറയും ദൈവജനമായിരിക്കണം. ആരെ ശിക്ഷിക്കാൻ അവധിക്കാൻ വേണ്ടിയില്ല, സ്നേഹത്താൽ വേണ്ടിയ, മടങ്ങി വരാൻ വേണ്ടിയ. ഇത്ര പറഞ്ഞ് മനസ്സിലായിരുന്നു അല്ലേ? ഒരു വാക്കിനോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് എന്തുകൊണ്ട് ഉപമകളിലൂടെ സംസാരിച്ചു? നമുക്ക് തോന്നാൻ പോലും കഴിഞ്ഞിട്ടിരുന്ന ഞാൻ എന്തെങ്കിലും തുടങ്ങാന്ന് വിചാരിച്ചതാ. കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചു? ചില കാര്യങ്ങളുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക്. കാരണം ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന മുഴുവൻ ഉപമകളിലൂടെയാ അല്ലേ? കടുകുമണിയെ കുറിച്ച്, ഒരു സ്ത്രീ ഒളിപ്പിച്ചു വെച്ച ഈസ്റ്റിനെ കുറിച്ച് അല്ലെ? വല വീശി മീനെ കിട്ടുന്നതിനെ കുറിച്ച്, വയൽ ഒളിപ്പിച്ചു വെച്ച നിധിയെ കുറിച്ച്, വിതറുന്ന അല്ലെ മാറപ്പുറത്തും വഴിയരികിൽ വിതക്കുന്ന വിധയെ കുറിച്ചൊക്കെ എന്തോരം
ഒരു ഗുരുനായ മനുഷ്യൻ സ്വർഗയാത്ര ദൂരയാത്ര പോയി എല്ലാ ഉപമകളിലൂടെ സംസാരിക്കുക. അങ്ങനെയെങ്കിൽ ഉപമകൾ എന്താണെന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപമകളെ കുറിച്ച് പഠിക്കുമ്പോൾ, ആത്മീയ സത്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തു. ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഉപമകളെ ചങ്ങ തള്ളിക്കളയും നമ്മളങ്ങോട്ട്. മത്തായി 13-ാം അധ്യായം നമ്മൾ വീണ്ടും പറയുന്നു, 7 മനോഹരമായ ദൈവരാജ്യത്തിലെ ഉപമകൾ പഠിപ്പിക്കുന്ന ഉപമയിൽ തുടക്കം തന്നെ 10-ാം വാക്യം, പിന്നെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അപ്പൊ കർത്താവ് തന്റെ എല്ലാ സുവിശേഷമൊക്കെ ഉപമകളിലൂടെ സംസാരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അല്ലെ ട്രെയിൻ പോകുന്ന കഥകളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപമകളിലൂടെ സംസാരിക്കുന്നത്. പക്ഷെ ആ ഉപമയല്ല ഈ ഉപമ. അപ്പൊ നമ്മളൊക്കെ അല്ലേ പ്രസംഗിയെ നോക്കിയാൽ ബൈബിൾ പഠിപ്പിക്കുന്നവരെ കുറിച്ച് നോക്കിയാൽ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഉപമകൾ പറയാറുണ്ടല്ലേ. ഓരോ ഉപമകൾ പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയാ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്ത ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പല ഉപമകൾ ചേർത്ത് വെച്ച് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ യേശു ഉപമ പഠിപ്പിച്ചത് അതിനു വേണ്ടിയല്ല. അല്ല, നമ്മളിന്ന് വ്യത്യസ്തമാണ് യേശു ഉപമ പഠിപ്പിച്ചത്. അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. 14-ാം വാക്യം, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ കേൾവിക്കാർക്കോ ലഭിച്ചിട്ടില്ല. അപ്പൊ ഉപമകളിലൂടെ സംസാരിക്കുമ്പോൾ, കർത്താവ് ജനത്തോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ മനസ്സിൽ വേറൊരു കാര്യമാണ്. നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ലോകത്തെ എല്ലാ ദൈവദാസന്മാരും പഠിപ്പിക്കുമ്പോൾ ഉപമകൾ ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല ഉപമകളിലൂടെ സംസാരിച്ചത്. കാരണം അറിയാമോ, സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ് അല്ലെ. പണ്ട് മനുഷ്യർക്ക് ലഭിക്കാത്തതും പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രം ഗ്രഹിച്ചറിയാൻ കഴിയുന്നതുമായ സത്യം അല്ലെ. ആ മർമ്മം എന്ന് പറയുന്നത് അല്ലെ, മറഞ്ഞിരിക്കുന്നത് മറനീക്കി പുറത്തു വരികയാണ് മർമ്മം എന്ന് പറയുന്നത്. പറയാ അത് ലഭിക്കുവാൻ എല്ലാ വചനമല്ല, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് നിങ്ങളാരാ? ശിഷ്യന്മാർ 12 പേര് കൂടെ നടക്കുക അല്ലെ. ആ 12 ശിഷ്യന്മാർക്ക് വരം ലഭിച്ചിരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ വരം ലഭിച്ചവർക്കേ കഴിയത്തുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ വചനം പഠിപ്പിക്കാൻ ഈ ദൈവരാജ്യത്തിന്റെ, അതുകൊണ്ട് ഇന്ന് അനേക ബൈബിൾ കോളേജിൽ പോലും ഇതിന് സിലബസ് പോലും ഇല്ല. കാരണം ഇത് വഴിയിൽ ഒളിപ്പിച്ചു വെച്ച നിധിയാ. ഇന്നും പിശാചം തുണിയിട്ട് മറപ്പിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ പുറത്തേക്ക് പുതിയ പഴയ നിങ്ങൾ എടുത്തിട്ടിരിക്കുക. എന്താ അല്ലേ, പഴയത് കഴിച്ചിട്ട് പുതിയത് വേണ്ടെന്ന് പറയുന്ന വിധത്തിൽ അങ്ങനെ ആക്കി വെച്ചിരിക്കുക. സത്യത്തിൽ ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കേൾക്കണമെങ്കിൽ നമുക്ക് വരം ലഭിക്കണം. അതിനു മുമ്പായിട്ട് നമ്മുടെ അകത്തൊരു ആഗ്രഹം നുരഞ്ഞു വന്നിരിക്കണം. കർത്താവ് സ്വർഗ്ഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. എത്ര പേരകത്ത് ആ ആഗ്രഹം നുരഞ്ഞു വരുന്നുണ്ട്? ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ആദ്യം രാജ്യവും നീതി അന്വേഷിക്കുന്നവരുണ്ട്. ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? സഭയിലേക്ക് IPC, ചർച്ചകോട്, AG, ന്യൂ ലൈഫ് അല്ലെ, TPMC ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും സഭയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും എന്നെങ്കിലും എന്നെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മളെ കർത്താവ് 2-3 പേർ കൂടുന്ന നടുവിൽ കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളതാണ്. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. എന്നെയാണ് അവർ അന്വേഷിക്കുന്നത്? ഞാൻ പറഞ്ഞ ആദ്യം അന്വേഷിക്കാൻ പറഞ്ഞാണോ അവർ അന്വേഷിക്കുന്നത്? അതോ അവരുടെ വസ്തുവകൾ ഉണ്ടാക്കുക, വീട് പണി തീർക്കുക അല്ലെ, പ്രാർത്ഥിക്കുക, അവരുടെ മറ്റു വസ്തുവകൾക്ക് വേണ്ടിയാണോ അവർ പ്രാർത്ഥിക്കുന്നത്, അന്വേഷിക്കുന്നത്? അനേക വിശ്വാസികളും അത് തന്നെയാണ്. അനേകരും ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം. കൊറോണ വന്നപ്പോ കുറെയൊക്കെ പോയി കിട്ടി. സഭക്കകത്ത് ഇഷ്ടം പോലെ പാഴ്വെത്തുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ അത്ഭുതം കണ്ടു വന്ന ആൾക്കാര്. ഞാനൊക്കെ എന്തോന്നറിയാമോ, ചില സഭയിലൊക്കെ ബൈബിൾ എനിക്കറിയാം. ഒരു സഭയുടെ പേര് പറഞ്ഞു, CSലൊക്കെ ഒരെണ്ണം പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരെണ്ണം പോലും. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? കൊറോണ വന്നാൽ കിട്ടിയപ്പെട്ടില്ല. കുറെ എണ്ണം അങ്ങ് പോയിക്കള, ഒക്കെ പോയിക്കളഞ്ഞു, എല്ലാം പോയിക്കളഞ്ഞു. ഒക്കെ അവരുടെ സെക്യുലർ വേൾഡിലേക്ക്, ലോകത്തിലേക്ക് പോയി കളഞ്ഞു. അതുകൊണ്ട് കൊറോണ കഴിഞ്ഞപ്പോ ചർച്ചിലൊക്കെ ആള് കുറവാ. പേടിക്കൊന്നും വേണ്ട, അതേ ഉള്ളൂ. ബാക്കിയൊക്കെ പാഴ്വെത്തുകളാ, ഉണവില്ലെന്നും ജീവനമുള്ള രക്ഷിക്കപ്പെട്ടത് അത്ഭുതം കണ്ടു വന്ന ആൾക്കാരാ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഈ പുള്ളിക്കാരനത് ഇങ്ങനെയൊക്കെ പറയണതൊക്കെ ഞാൻ സത്യം പറഞ്ഞത്. കാരണം ചിലർക്ക് ദൈവം അഴക്കുന്നത് നന്മക്ക് വേണ്ടി തന്നെയാ. പണ്ടൊരു ഒരു ഉപമാനം പറഞ്ഞു, ഒരു കേസ് ഒരു വലിയ മറച്ച് ആയിരങ്ങൾ കൂടുന്ന സഭയാ. ഞാൻ എവിടെ കേട്ടോ വായിച്ചാൽ അവിടെയാണ് സഭ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ ആൾക്കാര് പുറത്ത് ഒരു തോക്കും വടിയും പട്ടാള വടിവാളൊക്കെ ഇട്ട് അകത്തേക്ക് കയറി വന്നു. ജനങ്ങളൊക്കെ പേടിച്ചു പോയി. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓടിപ്പോക്കോളം പറഞ്ഞു. ഒക്കെ ഓടിക്കളഞ്ഞു.
പാസ്റ്റും കുറച്ച് 5-6 പേര് ഇവിടെ 5-6 കമ്മിറ്റിക്കാരല്ല, 5-6 പേര് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർ പറഞ്ഞ്, അപ്പൊ വന്ന കുട്ടികൾ പറഞ്ഞ്, പാസ്റ്റർ ഇനി ധൈര്യത്തിൽ പാസ്റ്റർ വചനം പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഇനി പാസ്റ്റർ ധൈര്യത്തിൽ വചനം പ്രസംഗിച്ചോ, ഇവരേ ഉള്ളൂ പാസ്റ്റർക്ക്. പകരം പോയി ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഓരോ കാര്യങ്ങളെ ചേർത്തൊക്കെ പഠിച്ചാൽ മതി, സത്യം മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പൊ എന്തുമാകട്ടെ, അപ്പൊ ഉപമകളിലൂടെ കർത്താവ് സംസാരിച്ചത് നിങ്ങൾക്ക് വരം ലഭിച്ചു, എല്ലാവർക്കും വരം ലഭിക്കത്തില്ല. ഇത് ദൈവരാജ്യത്തിലെ കാര്യങ്ങളാണ്, ആത്മീയ ശക്തികളാണ്. അത് ആത്മീയ ദാരിദ്ര്യമുള്ളവനെ കൊടുക്കത്തുള്ളൂ. ഞങ്ങളൊക്കെ തിരഞ്ഞവരാ, ഞങ്ങൾക്കെല്ലാം തിരഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. ആ കൂടെ ഉള്ളതും കൂടി എടുത്താൽ, ഇപ്പൊ ഉള്ളതും കൂടി എടുത്താൽ വെച്ചാൽ പ്രവാചികളെ കർത്താവ്. ഇത് ശിഷ്യന്മാർക്ക്, ആത്മാവിൽ എന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കർത്താവ് പോരാ, എനിക്ക് നിന്നെ കുറിച്ച് അറിയണം, എനിക്ക് നിന്നെ കുറിച്ച് എന്റെ ഭവനത്തെ കുറിച്ച് അറിയണം. നമ്മൾ കാത്തിരിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, നമ്മൾ കാത്തിരിക്കുന്നത് സ്വർഗത്തിൽ രാജാവാൻ വേണ്ടിയല്ല, നമ്മൾ കാത്തിരിക്കുന്ന ആത്മീയ എന്താ പറയാ അവകാശങ്ങൾ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയല്ല, പുതിയ ആകാശങ്ങളോ എന്താ പറയാ എന്തൊക്കെയാ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ ഒന്നുമല്ല. അതൊക്കെ നമുക്ക് ശരി തന്നെയാ, നമുക്കുണ്ട്. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത് ആ സ്വർഗത്തിനകത്ത് എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് അവിടെ, ഇന്നും കാത്തിരിക്കുന്നത്. ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇന്നും കടന്നു പോകാൻ കഴിയാതിരിക്കുന്ന ആ കുടുംബത്തിൽ എന്നെ കാത്തിരിക്കുന്ന പിതാവുണ്ട്. അതാ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം. നമ്മൾ പഠനം പഠിക്കും, എന്റെ കിരീടമാകുന്ന ദിവസമല്ലേ പഠിച്ചിട്ടില്ലേ? പഠിച്ചാൽ പൂർത്തിയാക്കാൻ പറ്റില്ല, വേറെ കാര്യം. അതേടുക്ക് നിങ്ങൾ എപ്പോഴും എടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. അതേ പൂർത്തിയാക്കാം, അല്ല ക്ലാസ്സുകളൊക്കെ വരുന്നില്ല അതിന്റെയൊക്കെ. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ മതി, ഈ സത്യങ്ങളൊക്കെ. എന്തുമാകട്ടെ, നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോകുന്നു. അതുകൊണ്ട് മർമ്മങ്ങളെ കഴിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ, ആർക്കാ? ശിഷ്യന്മാരല്ല, അവിടെ വന്നിരിക്കുന്ന പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, ന്യായശാസ്ത്രന്മാരുണ്ട്, യഹൂദന്മാർ, ഇഷ്ടംപതി ആൾക്കാരുണ്ട്. നിങ്ങൾ ഓർക്കണം, പണ്ട് ഈ മോശ കൊടുക്കുമ്പോൾ ചില ഉത്സവങ്ങളെ 5 ഉത്സവം 7 ഉത്സവങ്ങളൊക്കെ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ആഴമായ ഉത്സവങ്ങളെ കുറിച്ച് ആഴമായി എടുക്കും. പഴയ നിമിത്ത ഉത്സവം, മോശ കൊടുത്ത ഉത്സവങ്ങളെ കുറിച്ച് അല്ലേ, അതേക്കുറിച്ച് ആഴമായ മനോഹരമായ ക്ലാസ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴല്ലോ വേറെ എക്സ്ട്രാ ആഘോഷങ്ങളാ, പുലിയും എന്നൊക്കെ പറയുന്ന വേറെ ഉത്സവങ്ങൾ വെച്ചിരിക്കുക. ഇതൊക്കെ എങ്ങനെ കൂടി ചേർന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ ജനങ്ങൾക്കൊന്നും ആഘോഷിക്കാൻ ഒരു ടെൻഡൻസി എന്നും അവർക്കുണ്ട്. ആഘോഷങ്ങളും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയൊക്കെ അല്ലേ, അതാ ഈ ചെയ്ത് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതല്ല ഏത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ. നിങ്ങൾക്കോ വരം ലഭിച്ചിരിക്കുന്നു, അവർക്ക് ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാകും. ഇല്ലാത്തവനോട് അവനുള്ളതും കൂടെ എടുത്തു കളയും. ഇതാണ് ഏറ്റവും വലിയ ഭയാനകമായ കാര്യം. നമുക്കൊക്കെ എന്തെങ്കിലും അയ്യോ ഞാൻ നല്ലവനായി തീർന്നു അല്ലേ, നല്ലവനായി ഞാൻ വിശുദ്ധനാണ് അല്ലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാത്തിരിക്കും. ഇപ്പൊ കർത്താവ് വന്നപ്പോ എന്നെ കൊണ്ടുപോകാൻ കാത്തിരിക്കാതെ പറഞ്ഞ് ഓർത്താൽ മതി, നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു, നമ്മളെ യാത്ര താഴേക്കാം. കർത്താവ് പറയാ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ നിന്റെ അകത്ത് കിടക്കുന്ന ആ അവസാന വചനം കൂടി ഞാനിങ്ങനെ പൊക്കിയെടുത്തിട്ട് ഏതെങ്കിലും പാവം പിടിച്ചെടുത്തിട്ടുണ്ട്, എന്നും വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, എന്നും വചനം വായിക്കുന്ന, എന്നും കർത്താവിന് വേണ്ടി വായിക്കുന്ന അവനങ്ങൾ എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ മത്തായി 25-ാം അധ്യായം 29-ാം വാക്യത്തിൽ ആ താലന്ത് ഒരുത്തം കൊണ്ട് കുഴിച്ചിട്ടു, ദൈവം കൊടുത്തതാ അല്ലേ, നമുക്കറിയാം. കർത്താവ് കൊടുത്ത ആ താലന്ത് ഒരുത്തം കുഴിച്ചിട്ടു, കർത്താവ് എടുത്ത് എന്ത് ചെയ്യുന്നു? ആ 10 കൊടുത്തു. കർത്താവിന് രാവിലെ അധ്വാനിക്കുന്നവൻ, കർത്താവിന് വേണ്ടി ഓടുന്നവൻ, ജീവിതം അവന് കർത്താവിന് കൊടുത്തവന് അവന് കൊടുക്കുക, മറ്റവനെ എല്ലാവരും കൂടി പറിച്ചെടുക്കും. നമുക്ക് ദൈവരാജ്യത്തിലെ വചനം അതാ. നമുക്ക് അകത്ത് ഈ ഒരു കാര്യം ഓർക്കണം, എന്തെങ്കിലും ക്രിസ്തുവിൽ വളർന്നു ആയി എന്നൊരു കൊമ്പ് മുളച്ചാൽ അപ്പൊ ഓർത്തൊരു കർത്താവ് അല്ലേ, അത് വന്നു പോയാൽ ഏതെങ്കിലും കാണാപ്പാടം പറയുന്ന വചനം കൂടി കർത്താവിനെ എടുക്കും. പിന്നെ പണ്ട് ഞാൻ പറയുമെന്ന് ഇപ്പൊക്കെ ഓർമ്മ വരുന്നില്ല. ഓർമ്മ മാത്രമല്ല, അതൊക്കെ എടുത്ത് മറ്റൊരു കൊടുത്തു കഴിഞ്ഞു. ഇത് എവിടെയിട്ട് തപ്പാനാ? ഇതിനകത്ത് നോക്കി ഈ അലമാര തുറന്ന് നോക്കി ഒന്നും കാണത്തില്ല. ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങള്, എന്താ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ കുറെ സ്റ്റോക്കായി വെച്ചിട്ടുണ്ട്, അത് വെച്ചോണ്ട് നമ്മൾ ഈ ബലം പിടിച്ചോണ്ടിരിക്കുന്നത്. കുറെ കഴിയുമ്പോഴല്ലേ കർത്താവ് പറയും അങ്ങനെ പറിച്ച് അതും കൂടി തോന്നിട്ട് അതും കൂടി എടുത്ത് മാറ്റും. പിന്നെ നമ്മൾ തപ്പി കിടക്കും, പണ്ട് ഇങ്ങനെ പറയുമെന്നൊക്കെ പറയും, ഒന്നും കിട്ടത്തില്ല. അതൊക്കെ കൊടുക്കേണ്ടവര് കർത്താവ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഉപമ എന്തിനാ കർത്താവ് ഉപമകളോട് സംസാരിച്ചത്? ഞങ്ങളിപ്പോൾ ദൈവാസം പ്രസംഗിക്കുന്ന ദൈവാസന്മാരൊക്കെ ഉപമകളോട് സംസാരിക്കും. അത് മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയാ, മനസ്സിലാകാൻ വേണ്ടിയാ. പക്ഷെ ഈ കർത്താവ് അങ്ങനെയല്ല പ്രസംഗിച്ചത്. കർത്താവ് പ്രസംഗിച്ചത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. ഒന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലായി?
അല്ലെ? മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ പ്രസംഗിച്ചത്. കാരണം കണ്ടിട്ട് എല്ലാം തികഞ്ഞിരിക്കുക, മറ്റോ ഉടുപ്പൊക്കെ ഇട്ട് അല്ലെ വടിയും പിടിച്ചു നടക്കുക, തിരുവീതികളിൽ പ്രസംഗിച്ചു പ്രാർത്ഥിച്ച് അല്ലെ അക്ഷരജാത വടിവത്തങ്ങൾ പ്രസംഗിച്ചല്ലേ അല്ലെ, മുഖ്യാസനമൊക്കെ ഒക്കെ തികഞ്ഞിരിക്കുക. അവർക്ക് വില കൊടുക്കുന്ന ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഉപമകളോട് സംസാരിച്ചത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വാക്കുകളൊക്കെ ഒരു പക്ഷേ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വരം കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഇതിന് ഹൃദയം തുറന്നു കിട്ടണം നമുക്ക്. ഞാൻ താഴേക്ക് നൂലെടുക്കാം, പിന്നെ എടുക്കാം സമയമുള്ളത് പോലെ. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. എന്നിട്ട് ബാക്കി 16 പറയുക, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ. ശിഷ്യന്മാരെ കുറിച്ച് പറയാല് കേൾക്കാൻ വേണ്ടി എത്ര പേർ കുറിച്ച് കൊതിച്ച് സ്വർഗസ്ഥനായവന്റെ കൂടെ ജീവിക്കുവാൻ എത്രയോ പേർ ആഗ്രഹിച്ചു, നടന്നില്ല. ഇന്ന് സ്വർഗസ്ഥനായവന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ശിഷ്യന്മാരുടെ കൂടെ 3.5 വർഷം നടന്ന് ജീവിച്ച കർത്താവ് ഇന്ന് അവൻ ആത്മാവിൽ എന്റെയും നിങ്ങളുടെയും കൂടെ ജീവിക്കുക. ആ പരിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവൻ നമ്മുടെ മേലുണ്ട്, നമ്മുടെ കൂടെ കൈപിടിച്ച് നടത്തുകയാണ്, അവൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. 3 കാര്യങ്ങൾ. എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവും ദൈവസഭയും എന്ന് പറയുന്ന ക്ലാസ് നമുക്കുണ്ട്. എത്രയോ നീണ്ട ക്ലാസ്. 3 വർഷം ഞാൻ തേരിൽ മാത്രം എടുത്തിട്ട് കൃപാവരം എടുത്തില്ല, ആത്മാവിന്റെ ഫലവും എടുത്തില്ല. അത്രയും നീണ്ടൊരു ക്ലാസ് പരിശുദ്ധാത്മാവ് ദൈവസഭയും എന്ന് പറയുന്ന ക്ലാസ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കൂടെ അവനുണ്ട്. ഇതറിയണമെങ്കിൽ അകത്തെ മനുഷ്യൻ ഉണരണം. അവന് കണ്ണും മൂക്കും വെക്കണം. വീണ്ടും ജനിച്ചവരില്ലേ, ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ ജനിച്ച ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഞങ്ങളുടെ പുറകിൽ സുനാമി എന്ന് പറയുന്ന കൊച്ചുണ്ട്, അത് ചിരിക്കുമ്പോഴും ഇങ്ങനെ കണ്ണ് കാണത്തില്ല, കരയുമ്പോഴും കണ്ണ് കാണത്തില്ല. അവൾ ദേഷ്യപ്പെടുമ്പോഴോ കണ്ണ് വികസിച്ചു. അതുപോലെ നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടട്ടെ, ചെവിയൊക്കെ ഒന്ന് കുത്തി ഇളക്കി ഒന്ന് തുറന്നിട്ടാണ് കയറ്റി അതിനകത്തേക്ക്. അത്ര പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ള ആ ദൈവരാജ്യത്തിലെ മർമ്മങ്ങൾ കേൾക്കുവാൻ ഈ തലമുറയിൽ ഇതൊന്നും ആർക്ക് ലഭിക്കത്തില്ല. നമുക്ക് ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് ഭാഗത്തെ അപ്പൊ ഞാൻ വിട്ടുപോകുന്നു. ഇത് മനസ്സിലായി കാണുമ്പോൾ ഒരുപാട് ഞാൻ സമയമില്ല, നമുക്ക് സമയം വിട്ടുപോകുന്നു. അപ്പൊ ഉപമയെന്ന് പറയുന്നത് കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത് ഒന്നാണ് ആത്മീയ സത്യങ്ങൾ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട്, കാണത്തക്ക വണ്ണമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ആത്മീയ സത്യങ്ങൾ എടുത്തു പറയുക കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? സംഗതി എന്താ? കർത്താവ് പറയും ഉപമ എന്താ? കർത്താവ് പറയും ഉപമകളെല്ലാം ഇവിടുത്തെ കാര്യമല്ല. ഏതെങ്കിലും ഉപമ ഇവിടെയുണ്ട്, നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഏതെങ്കിലും സാധനം ദൈവരാജ്യത്തിലെ ഉപമയെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏതെങ്കിലും ഒന്ന് ഈ ഭൂമിയിലെ കാര്യമാണ്, പറയുന്നത് ഭൂമിയിലെ കാര്യമാണ്. പക്ഷെ സത്യത്തിൽ അത് ആത്മീയ സത്യങ്ങളാണ്, ദൈവരാജ്യത്തിലെ കാര്യങ്ങളാണ്, അത് സ്വർഗീയ സത്യങ്ങൾ. അത് ഭൂമിയിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉപമയായി അവതരിപ്പിക്കുക. കുലീനായ മനുഷ്യൻ അല്ലെ യാത്ര പോയി 10 ദാസന്മാർക്ക് മേടിച്ച് 10 വെള്ളിക്കാശ് കൊടുത്തു. ഇതാരാ കുലീനായ മനുഷ്യൻ? നമ്മുടെ കർത്താവ് രാജാവാകാൻ വേണ്ടി പോയിരിക്കുക. അവന് മറ്റേ ഒപ്പിട്ടൊക്കെ അവിടെ കൊടുക്കണം, അല്ലെ കളക്ടറേറ്റിന് എഴുതി കൊടുക്കണം. നീ രാജാവായി കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരത്തുള്ളൂ. നമ്മളിപ്പോഴും പിടിച്ചോണ്ട് ഞങ്ങൾ രാജാവിന്റെ മക്കളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ അപ്പം വേറൊരു രാജാവായിട്ട് ഇടയുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാന്ന് പറയാം, നമ്മുടെ കൂടെ ഇടയ്ക്ക് കയറി വരും. അതുകൊണ്ട് സത്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് അതുപോലെ ഗ്രഹിച്ചറിയാൻ മതിയാകും. നമുക്കൊരു വളർച്ച വേണ്ടേ? അതുകൊണ്ട് ആത്മീയ സത്യങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾ വെച്ച് കർത്താവ് ഉപമകളോട് സംസാരിക്കുക. യോഹന്നാൻ 3:19-20 പറയുമ്പോൾ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ആൾക്കാർ തന്നെയാ. എല്ലാവരും ഈ ലോകത്തുള്ള സകല വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവർ തന്നെയായിരിക്കാം. 100% ഇല്ലാത്തൊരു ആൾക്കാരുണ്ട്. വേറെ കാര്യം, അത്ഭുതം കണ്ടുവരുന്ന ആൾക്കാരുണ്ട്, അടയാളം കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട ആൾക്കാർ നല്ല തന്നെയാ. പക്ഷേ അവർ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോഴുണ്ടല്ലോ, അവർ ഇരുളിനേക്കാൾ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഇരുളെന്ന് പറയുന്നത് ഇരുളാരാ? അല്ലേ? നമുക്ക് കുറെ സാധാരണ അറിയാം. അല്ലെങ്കിൽ ഈ ലോകത്തെ ഇരുട്ടിന്റെ പ്രവർത്തികൾ, ഇരുട്ടിന്റെ കാര്യങ്ങൾ, ഈ ലോകത്ത് എന്തുമാകട്ടെ, ലോകത്തിലെ എന്തുമാകട്ടെ, അവർ ആ ഇരുട്ടിനെ ആഗ്രഹിക്കാൻ തുടങ്ങും. വെളിച്ചമല്ല, വെളിച്ചത്തെക്കാൾ ഏറെ. ഈ വെളിച്ചം 49 ഇരുൾ 51 വെട്ടി താഴെ കയറും നമ്മളെ. ഇനി 50 ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല, കർത്താവിടെ ചോദിക്കേണ്ടി വരും, എനിക്കറിയത്തില്ല. ഇനി വെളിച്ചം 51, ഇരുട്ട് 40. കുറേയൊക്കെ ഇരുട്ടിനെ കുറിച്ചൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അവസാനം ഇച്ചിരി വിശ്വാസം കൂടുതലായിരുന്നു. ഒരുപക്ഷെ 210 മാർക്ക് മേടിച്ച് അക്കരെ കയറുമായിരിക്കും.
ആയിരിക്കുന്നല്ല കയറൂ അല്ലേ? നിങ്ങൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ വെളിച്ചത്തെക്കാളേറെ 1% അങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടി 1% കൂടുതൽ വന്നാൽ മതി. ഇരുളിനെ സ്നേഹിച്ചു പോയി വിശ്വാസിയാ, എല്ലാം റെഡിയാ, ബദ്ധക്കോസുകാരൻ, ന്യൂലൈഫുകാരൻ ഒക്കെ ശരിയാ, സ്വോത്രമായിട്ടുണ്ട്, സ്വോത്രത്തെക്കാൾ കൂടുതൽ സൂത്രമായിരിക്കും. അപ്പൊ എന്തുവാ എല്ലാം വരുമ്പോ വെളിച്ചത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഓർത്താൽ ന്യായവിധി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അകത്തു മുഴുവനുമുണ്ടെന്ന് ന്യായവിധി വരാതിരിക്കാൻ വേണ്ടിയാ കർത്താവ് നമ്മളോട് പറയുന്നത്. ഇരുട്ടിനെ വലിച്ചെറിഞ്ഞ് കളയാൻ വേണ്ടിയാ. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. യോഹന്നാൻ 9:39. ആ ഉടനെ അവർ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് അവർ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കൂടുതലാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് യേശു പറയാ ഇഹലോകത്തിലേക്ക് വന്നു. കാണുന്നവർ കാണാതിരിക്കാൻ വേണ്ടിയില്ലേ? ലോകത്തിൽ ചിലർ എത്ര പറഞ്ഞാലും മതി. ഇപ്പൊ വലിയ കൺവെൻഷൻ നടന്ന അത്ഭുതം പറയാൻ ചെയ്ത് കൺവെൻഷൻ വെച്ചാൽ ഇഷ്ടം പോലെ ഇടിച്ചങ്ങ് കയറും. ആ കേസിട്ട് മുഴുവൻ പോക്ക് കേസിട്ടാ. തെസ്സലോനിക്ക എന്താ പറയുന്നത്? തെസ്സലോനിക്ക 2:9 പറയുന്നു, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ അവർക്ക് ന്യായവിധി വരേണ്ടത് ദൈവത്തിനെ തള്ളിക്കളയുക. എത്ര ഭയാനകമായ വാക്കാന്നറിയാമോ ഇതൊക്കെ? പേടിച്ച് പറച്ചു എന്ന് ഭാഗത്തെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലായി. അതുകൊണ്ട് മാർക്കോസ് 4:11-13-34-33 പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അനന്തരം തനിക്ക് അവൻ തലിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി അവൻ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലതും പറ. അവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ വരം ലഭിച്ചിരിക്കുന്നു അല്ലേ? മർമ്മം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. പുറത്തുള്ളവർക്കോ, പരീശന്മാർ, സദൂക്യർ, നയശാസ്ത്രിമാർ, യഹൂദന്മാർക്ക് അവർക്കെന്താ? അവരോട് സകലവും ഉപമകളിലൂടെ സംസാരിക്കുന്നു. എന്താണെന്നറിയാമോ? കണ്ടിട്ട് കാണാതിരിക്കുവാൻ. അവർക്ക് എല്ലാം തികഞ്ഞിരിക്കുക, അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഉപമകൾ മനസ്സിലാകാൻ വേണ്ടിയല്ല, മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് ഈ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ വരം ലഭിക്കണം. നമുക്ക് എന്തെങ്കിലും സൺഡേ വന്ന് ഇപ്പൊ നാമകതയെ ക്രിസ്ത്യ വിശ്വാസികൾ സൺഡേ വന്ന് കുർബാന വന്ന് കുർബാന വേണ്ടിയിട്ട് കാര്യമില്ല. നമുക്ക് 2 കുർബാന ഉണ്ട് അല്ലേ? രാവിലെ 7 മണിക്കൊരു കുർബാനയുണ്ട്, 11:30 മണിക്ക് കുർബാനയുണ്ട്. നമുക്ക് വെള്ളം കുടിക്കട്ടെ അല്ലേ? ഉച്ചക്കത്തെ കുർബാനക്ക് കഞ്ഞി ചോറൊക്കെ കിട്ടും, രാവിലത്തെ ചായ സ്നാക്സ് മാത്രമേ ഉള്ളൂ. ഞാൻ പറയും ഇത് പരിപാടി എല്ലെന്നേ ക്രിസ്തീയ ജീവിതം. ഇതൊരു ജീവിതമാണ്. ഈ സൺഡേ പറഞ്ഞതല്ല ക്രിസ്തീയ ജീവിതം. സൺഡേ പറഞ്ഞത് എന്തിനാ വരുന്നത്? സൺഡേ ആഘോഷിക്കാൻ വരിക ഇവിടെ എന്റെ സഹോദരങ്ങളുമായി ചേർന്ന് എന്റെ കർത്താവിനെ സ്തുതിക്കാൻ പോവുക. ഒരൊറ്റ ആരവമാണത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ തന്നെയാ. ഹല്ലേലും വയ്യാൻ നല്ലത് അത് ഹല്ലേലൂയ തന്നെയാത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അത് സന്തോഷം. ഈ 6 ദിവസം കർത്താവിന്റെ കൂടെ നടന്നത് സന്തോഷം. എന്റെ പ്രിയപ്പെട്ടവരോടുകൂടി ഒരപ്പന്റെ മക്കളെന്ന പോലെ ഒരേ ചോരയിൽ പിറന്നവർ ഒരുമിച്ച് വന്നിരുന്ന ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. ക്രിസ്തീയ ജീവിതം ബാക്കി 6 ദിവസമാണ്. അത്ര പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഞായറാഴ്ച വരുന്നതുകൊണ്ടൊന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞായറാഴ്ച വന്ന് ന്യൂലൈഫിന്റെ പാസ്റ്റർ തലവൊക്കെ കാണിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. 6 ദിവസം ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് അവനെ കരം ചേർത്ത് പിടിച്ചടക്കാനുള്ള മനസ്സുണ്ടാകണം. അവന് ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം, ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. എവിടെ ജനിച്ചോ അവിടെ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ മാസങ്ങളൊക്കെ അടുത്ത മാസങ്ങളെ പഠിക്കുക അതിനെ കുറിച്ച്. എവിടെ ജനിച്ചോ അവിടെ ജീവിക്കാൻ പഠിച്ചോ നിങ്ങൾ തീർച്ചയായും ഒരു ഭക്തനായി മാറിയിരിക്കും. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തുള്ളവർക്ക് ഉപമകളായി ലഭിക്കുന്നു. 11 പറയും, അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ട് ഗ്രഹിപ്പാതിരിക്കാനും സംഗതി വരും. മനസ്സിലായോ? അപ്പൊ ഉപമകൾ എന്ന് പറയുന്നത് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാ. ഞങ്ങളെപ്പോൾ നിവാസന്മാർ പ്രസംഗിക്കുമ്പോൾ എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാ. അതുവരെ കർത്താവ് സുവിശേഷം എന്നത് അത് വേറെ ലെവലാണത്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അത്. മനസ്സിലാവുന്നുണ്ടോ? അത് പറയാ 13 പറയാ, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ, പിന്നെ മറ്റ് ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? കർത്താവ് പഠിപ്പിക്കും. അവര് കർത്താവ് ഉപമകൾ സംസാരിക്കും. അവർക്കൊന്നും മനസ്സിലാക്കും. ശിഷ്യന്മാരില്ലേ ഒന്നും മനസ്സിലാകാത്ത ഏക്കമുക്കുവന്മാരും അല്ലേ, 5ാം ക്ലാസ്സിൽ കുസ്തിയൊക്കെ എന്നെ
പലവട്ടം കുത്തിട്ട് കയറി പോകുക, അന്നത്തെ ഒന്നുമില്ല നമുക്ക് അല്ലെ. അങ്ങനെ എന്നും പറഞ്ഞ് മനസ്സിലാവോ? പിന്നെ വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് അല്ലെ, നമ്മൾ വ്യാസന്മാര് പറയുമ്പോൾ നമ്മൾ എഴുതിയൊക്കെ എടുക്കും അല്ലെ, എവിടെയെങ്കിലും പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിക്കും എല്ലാം മനസ്സിലാവും. പിന്നെ വീട്ടിൽ പോയി കുത്തി കത്താവേ എന്ന് മനസ്സിലാക്കിയത് അവർ കുത്തിയിരിക്കുക. അപ്പോഴാണ് ഓരോന്നോരോട്ട് വെളിപ്പാട് കത്താവ് കേട്ടത് നമ്മുടെ അകത്തേക്ക്. ഹല്ലേലൂയ. പല വിവാസന്മാർ പറഞ്ഞ് കേട്ടത് തന്നെ നമ്മളെല്ലാവരും. പക്ഷെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, അവൻ പുറത്തേക്കിട്ട് കർത്താവായിട്ടൊരു ഗുസ്തിയാ. കർത്താവ് ഉപമയൊന്ന് പഠിപ്പ്. അവിടെ നിന്ന് യൂട്യൂബിൽ നിന്ന് കേട്ട പരിപാടിയൊന്നും അല്ലത്, ഇത് കർത്താവിന് കേൾക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് ചോദിക്കാതെ ഈ ഉപമ ഗ്രഹിക്കുന്നില്ല, പിന്നെ മറ്റു ഉപമകളൊക്കെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും നമുക്ക്? അത് ചോദിക്കുന്നത് അല്ലേ. അങ്ങനെ അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയുമ്പോൾ അവരുടെ വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലതും പതിയെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. രാത്രി 2 മണിക്ക് ആൾക്കാർ വിളിക്കും, നമ്മുടെ സഹോദരൻ ഫാസ്റ്റേ ഇങ്ങനെയാണോ ഡില്ലേട്ടാ, ഇങ്ങനെയാണ് ഡില്ലേട്ടാ വെച്ച് ഉറക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യം അല്ലേ. പതിയെ സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടത് ഗ്രഹിച്ചില്ലെങ്കിൽ രാത്രി 1 മണി 2 മണിക്ക് വിളിക്കും നമ്മുടെ സഹോദരങ്ങള്. ചോദിക്കുക, ഇത് ഇങ്ങനെയാണോ, ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണോ അല്ലെ. വാട്സാപ്പിലൂടെ പിന്നെ വാട്സാപ്പിലിട്ട് ചീറ്റ് ചെയ്യാം, അങ്ങോട്ട് കൊണ്ട് ചീറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഉറക്കം പോകും നമ്മളേക്ക്, എന്നാലും കുഴപ്പമില്ല. അത് സമയം കിട്ടുന്ന പോലെ നമുക്ക് ഇത് കർത്താവുമായിട്ട് ഈ എല്ലാ ദിവസവും വാട്സാപ്പിൽ കൂടി ചീറ്റിക്കൊണ്ടിരിക്കുന്നത്, ചാറ്റിലും ചീറ്റിലോ നമ്മള് നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് അറിയില്ല. കർത്താവ് നമ്മെ പഠിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരുടെ സകലതും വ്യാഖ്യാനിച്ചു കൊടുക്കും നമുക്ക്. ഇതാണ് യഥാർത്ഥ വിവാഹത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉപമ എന്നത് ആർക്ക് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി. കാരണം വന്നിരിക്കുന്ന മുഴുവനും വലിയ വലിയ പുള്ളികളാ, തട്ടനിട്ട് വടി കൈയും പിടിച്ചും ഇവിടെ കുരിശു കഴിച്ചില്ലേ, വലിയ വലിയ യഹൂദന്മാരൊക്കെ, വലിയ ശാസ്ത്രിമാരും ന്യായാധിപന്മാർ സദൂക്കിലൊക്കെ വന്നിരിക്കുന്നത്. യേശു വരുമ്പോ വലിയ പുള്ളികളാ, കണ്ണ് കാണുന്നു, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ മോശയുടെ പ്രമാണം അങ്ങനെ ഹരിച്ചു കാണിച്ച് കുരിച്ചു വെച്ചിരിക്കുക, ഞങ്ങൾ സദൂക്കിയത് മറ്റു പുള്ളികളെന്താ ഗമാലിയല്ലേ കാൽക്കീഴല്ലേ 5 വർഷം BTH MPH എടുത്ത ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുക. ഒന്നും മനസ്സിലായില്ല കർത്താവിന്റെ വാക്യം. പാവം പിടിച്ച കർത്താവ് പ്രസംഗിച്ചു പോയി. അവർക്കൊന്നും മനസ്സിലായി, പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഒന്നുമില്ല, കാൽ കീഴി വന്ന് പറ്റിച്ചേർന്ന് കിടന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കാൻ കർത്താവിനോട്. കർത്താവിന്റെ വചനം ഒന്ന് ഗ്രഹിപ്പിക്കണമേ, ഇതിനകത്തൊന്ന് പ്രകാശമാക്കി തരണമേ, ഞങ്ങൾക്ക് വെളിപ്പാടും ആത്മാവിന് നൽകണമേ, ഞങ്ങൾക്ക് ഇന്ന് ഗ്രഹിക്കാൻ പോലും കഴിയുന്നില്ല, ഒന്ന് മനസ്സിലാക്കി തരണമേ കർത്താവ് എന്ന് പറയേണ്ടി വരും നമ്മളൊക്കെ. ഹല്ലേലൂയ. ചോദിക്കുന്നവന് അധികമായി കർത്താവ് നൽകിയിരിക്കും. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, നല്ല വാക്ക്. 1-ാം അധ്യായത്തിലെ എന്ത് വാക്ക് പറയുന്നില്ലേ? ജ്ഞാനം കുറവാണെങ്കിൽ ചോദിപ്പിൻ, ഔദാര്യമായി തരാൻ കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളതേ. നമുക്ക് ചോദിക്കാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തളിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരുടെ സകലവും പതിയെ വ്യാഖ്യാനിച്ചു കൊടുക്കണം നമുക്ക്. അപ്പൊ 13:5-15 വാക്യം പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവാചകത്തിന് അതിൽ നിവൃത്തി വരുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാർ നീതിമാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ട് കേട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പാട്ടുകാരൊക്കെ കേൾക്കോട്ടോ. ഹല്ലേലൂയ. ഒന്നിന്റെ വാക്യം 2 വാക്യങ്ങളുടെ ഭാഷ നമുക്ക് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് പിന്നീട് കൊണ്ടുപോകത്തില്ല. ആത്മീയസത്യത്തിൽ കേൾക്കാനും ഗ്രഹിക്കാനുള്ള കഴിവ് ദൈവത്തിന് ദാനമാണ്. നമുക്ക് ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ പെട്ടെന്ന് കഴിയത്തില്ല, അത് ദാനമാണേ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ അതെന്താണ്? ദാനമാണ് നമുക്ക്. അത് നമ്മുടെ കഴിവ് കൊണ്ടോ BTH പഠിച്ചത് കൊണ്ടോ MPH പഠിച്ചത് കൊണ്ടോ ലഭിക്കത്തില്ലത്. ഇതിനകത്ത് ദൈവത്തിന്റെ ദാനമാണെന്ന് കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, ദൈവപ്രതിമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ യുഗത്തെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കൂടാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പിന്നെ അടുത്ത ആഴ്ച എടുത്തോളാം.